ഇവിടെ നമ്മൾ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഈ ഫേസ്ബുക്കില് നമ്മൾ എൽസുറത്തിനെ കാണാൻ പോയ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നു. യൂട്യൂബിൽ അങ്ങനത്തെ അത്രയും നെഗറ്റീവ് കമന്റ്സ് വന്നില്ല. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ വന്നവരെല്ലാം നമ്മൾ ഭയങ്കര മോശക്കാരനാണ്, ബാല നല്ലവനല്ല, കറക്റ്റാണ്, ബട്ട് ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, ഇങ്ങനത്തെ സാധനമൊക്കെ അടിച്ചു വിടുന്നുണ്ട്. കുറെ നെഗറ്റീവ് ഉണ്ടല്ലേ. അപ്പോ നമ്മളിങ്ങനെ കുറച്ച് കമന്റ്സ് ഒക്കെ വായിച്ചു. ഇനി കമന്റ്സ് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. മൊത്തത്തിൽ ഈ കമന്റിനെ പറ്റി ഒരു കാര്യം പറഞ്ഞാലേ, ഈ ബാല ഫേസ്ബുക്കിലാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പൊ ബാലയ്ക്ക് ഈ ഫേസ്ബുക്ക് വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഉത്സവത്തിന് ബാലയും കൂടെ അവിടെയും പോയി നോക്കി ഇവിടെയും പോയി നോക്കി നടക്കുന്ന കുറെ ആൾക്കാരായത്. അപ്പൊ ഈ ടൈപ്പ് കണ്ടന്റ് ഇഷ്ടമുള്ളവരാണ് ഇത് കാണാൻ വരുന്നത്. അതേസമയം തൊട്ടപ്പുറത്ത് മറ്റേ പെണ്ണുങ്ങൾ തുണി പറിക്കുന്നിടത്ത് ഇതേ ആൾക്കാരും കാണും. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം കഴപ്പന്മാരെല്ലാം കൂടെ ആ പ്രദേശത്ത് വന്നിട്ട് തുണ്ട് തെറികളൊക്കെ പറഞ്ഞ് നടക്കും. കുറച്ചുപേര് മോഹൻലാലും സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആറാട്ടനെ കൊക്കെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ സ്ഥിരം വ്യൂവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയെ പറ്റി റിവ്യൂ പറയുന്ന സമയത്തും അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ പേര്. രാഷ്ട്രീയം പറഞ്ഞാല് അങ്ങനെ കുറെ ആളുകൾ അവിടെ, മതവും സാമൂഹിക മറ്റേ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരിഫ് ഹുസൈനും ശ്രീ രവിശങ്കറും പറയാനുള്ള പേര് രവീന്ദ്ര സി. അപ്പൊ അത് പിന്നെ ഇയാള് അങ്ങനെ കുറെ പേര്. പിന്നെ വേറെ എന്ന് പറയുന്നത് മെഡിക്കൽ റിലേറ്റഡ് ഡോക്ടേഴ്സ്, സൈക്കോളജി, എന്തൊക്കെ കണ്ടന്റാ, കുക്കിംഗ്, പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്, ട്രാവല്, ഇതെല്ലാം അങ്ങനെ അങ്ങനെ താല്പര്യമുള്ളവർ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. വ്യൂവേഴ്സ് ഒക്കെ അങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ്, സെറ്റാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും കറന്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ സംഭവങ്ങളും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ടുള്ള പരിപാടി നമ്മൾ നോക്കുന്നതും കാണുന്നതൊക്കെ നമുക്ക് ഫീഡും അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോ ഇത്തിരി ഇഷ്യൂസ് കാണാൻ താല്പര്യമുള്ളവരാണ് ഈ വരുന്നത്. ഒരു ആൾക്കാരുടെ ഫാമിലി നടന്ന കാര്യങ്ങൾ, ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ബ്രേക്കപ്സ്, ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ്, ഇത്തിരി കൂതറ പരിപാടി അറ്റൻഡ് ചെയ്യുന്ന കുറെ എണ്ണം ഉണ്ട്. അതുങ്ങൾ കൂടുതലും റെഡി ടു വെയിറ്റും കുലസ്ത്രീയും അല്ലെങ്കിൽ അതുപോലത്തെ ആണുങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. പിന്നെ കൂടാതെ ഇതൊരു സോഷ്യൽ ഇഷ്യൂ പോലെ കാണുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവര്, പിന്നെ ഈ ആളുകളോട് താല്പര്യമുള്ളവര്, ബാലോട് താല്പര്യം ഇല്ലാത്തവർ, ഇങ്ങനെയൊക്കെ. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളും ഈ കണ്ടന്റും തമ്മിലൊക്കെ ഇച്ചിരി ബന്ധമുണ്ട്. അല്ലാതെ കുക്കിംഗ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതൊന്നും ഇങ്ങോട്ട് വരത്തില്ല. അങ്ങനത്തെ ഇങ്ങനെ കമന്റ് ഇടാൻ പ്രത്യേകിച്ച് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണല്ലോ. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ് ഇട്ട ആൾക്കാരുടെ കാര്യത്തെ പറ്റി ആലോചിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. അതായത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരാൾ കരയുന്നു, വിഷമിക്കുന്നു, ഒരു കുടുംബം തകർന്നിരിക്കുന്നു, ഒരു ജീവിതം തകർന്നിരിക്കുന്നു. ഇത് കാണുമ്പോൾ ആ വിഷമിച്ചിരിക്കുന്ന ആളെ പോയി കുറെ ചീത്ത വിളിക്കുക, അവരെ മോശമായിട്ട് വരുത്താൻ ശ്രമിക്കുക. അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ചെയ്യുന്നവർ കൂടുതലും. കാരണം അറിഞ്ഞുകൊണ്ടായിരിക്കും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഈ കമന്റ് ഇടുന്ന ആൾക്കാരുടെ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ, ഇവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്തുമായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സാഡിസ്റ്റോ മെസോക്കിസ്റ്റോ അതും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനുള്ള ആൾക്കാർ, കുടുംബ പരാജയം, ഒരു സ്ത്രീയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള മോശം അനുഭവമുള്ള ആൾക്കാർ, പിന്നെ പലതരം മാനസിക രോഗ അവസ്ഥകളുള്ളവരൊക്കെ ഈ ഓരോ എത്ര ലക്ഷം ആൾക്കാരാണ് ഫേസ്ബുക്ക്. ഇതില്ലാത്ത ആൾക്കാരല്ലോ, മൊബൈൽ എല്ലാത്തിൻ്റെയും കയ്യിലുണ്ടല്ലോ. പിന്നെ പല ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഏത് ലെവൽ തൊട്ടും ഉള്ള ആൾക്കാരും ഇതൊക്കെ കാണും. അപ്പൊ ഈ കമന്റ് കാണുമ്പോൾ നമ്മൾ ആ മനുഷ്യൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളതൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത്ര പരിപാടി അവതരിപ്പിക്കുന്ന ആൾക്കാർ, ആറാട്ടണ്ണൻ എന്താ ചെയ്തത്? ആറാട്ടണ്ണൻ ഉത്സവത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എന്തോ കാണിച്ച് അയാൾ അവിടെ നിന്നുകൊണ്ട് അയാളുടെ പരിപാടി ചെയ്തു. ഒരു പെണ്ണാണ്, അവള് സെപ്പറേറ്റഡ് ആണെന്ന് പറയുന്നത് എനിക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടാവും, ഞാനും ഒരേ അവസ്ഥയുള്ള ആളാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളി മനസ്സിലാക്കുന്നത്. അത് ആ മാനസികാവസ്ഥ മനസ്സിലായല്ലോ, ഏത് തരം ആളാണെന്നും മനസ്സിലായല്ലോ. അതേപോലെ തന്നെ അതിലും മോശപ്പെട്ട ആൾക്കാരുണ്ട്. ആരുടെ ഒന്നിലും വിസിബിളാ, അതിനു പോലും പറ്റാത്ത തരം, ചിലപ്പോൾ ഒരു മുറിക്കകത്തൊക്കെ അടഞ്ഞിരുന്ന് പോയാ, പുറത്ത് മനുഷ്യരോടൊന്നും വലിയ ബന്ധമില്ലാതായി പോയാ, എന്തെങ്കിലും ചൈൽഡ് ട്രോമ എന്തോ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആള് സാഡിസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ള അല്ല,
നല്ല ഒരു പരിപാടി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന കുറെ ചേച്ചിമാരും ഉണ്ട്. ചേച്ചിമാര് ഫ്രസ്ട്രേഷനാണ്. ചേച്ചിമാരുടെ ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മറ്റേ ഡോക്ടർ റോബിൻ ഇവിടെ കിടന്ന് കാറിൽ പോയി വിളിച്ച സമയത്ത് ഇതുപോലെ എന്തോ ഒരു വീഡിയോ ചെയ്തിട്ട് കേട്ടോ ചേച്ചിമാരൊക്കെ വന്ന് തന്നെ നീ ആരടാന്നൊക്കെ ഈ ബിഗ് ബോസ് കാണുന്ന ആൾക്കാര് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക മാനസിക നില അത്. പിന്നെ വേറെ കാര്യം എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഇങ്ങനെ കമന്റും ചെയ്ത് ആൾക്കാരെ ഇങ്ങനെ ഭയങ്കര ഇവർക്ക് ഇവരുടെ ഐഡന്റിറ്റി ഒന്നും റിവീൽ ആവും. ഇവര് ഈ കമന്റും ചെയ്തങ്ങ് പോവല്ലേ. ചിലപ്പോ ഉണ്ടല്ലോ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് പിരിഞ്ഞിട്ട് ചിലപ്പോൾ മോശപ്പെട്ട സ്ത്രീ ആയിരിക്കും. അല്ല ഒരു പെണ്ണ് പിണങ്ങിയിട്ട് പെണ്ണ് ഭർത്താവിന്റെ അത് തന്നെ ഈ പ്രശ്നമുള്ള ആളുകൾ. അതിനകത്ത് ചിലപ്പോൾ പുരുഷനോട് വിരോധമായിരിക്കാം, സ്ത്രീയോട് വിരോധമായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് അവിടെ ചെന്ന് ഇവളെ അങ്ങ് നശിപ്പിച്ചേക്കാം. ഓൾറെഡി എന്തെങ്കിലും ബോധവും വെളിവുള്ള മനുഷ്യര് ഇമാതിരി പണി കാണിക്കും. ഒരു പെങ്കൊച്ച് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച് പ്രശ്നത്തിലായിരിക്കും. മനസ്സിലായി, ഓൾറെഡി വന്ന് പറഞ്ഞതാ. കേരളത്തിൽ മൊത്തത്തിൽ ഇത് ഇവനെ അറിയാം, പരിപാടി മൊത്തത്തിൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഈ പെങ്കൊച്ചിന്റെ വീഡിയോയുടെ അടിയിൽ തന്നിട്ട് ഇമാതിരി വൃത്തികേട് അല്ലെങ്കിൽ അങ്ങനത്തെ കമന്റ് ഇട്ട് വെക്കണമെങ്കിൽ ഒരു പ്രത്യേക മാനസിക നില തന്നെ വേണം. ഒന്നെങ്കിൽ അവർക്ക് ഇതിനെ കുറിച്ച് ഈ പറയുന്ന മനുഷ്യരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ധാരണയില്ല. രണ്ട്, ഇവർ സാഡിസ്റ്റുകളോ അല്ലെങ്കിൽ ഇതിനകത്ത് മാത്രം എന്തോ സന്തോഷം കിട്ടുന്നവരോ, എന്റെ ഐഡന്റിറ്റി പുറത്തു വരില്ലല്ലോ കലിങ്കിലിരുന്ന അണ്ണന്മാരും, പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഈ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ചേച്ചിമാരായിട്ട് ഈ മറ്റേ അറിഞ്ഞാടി മറ്റവിടെ മോളോട്ടല്ല അവള് പോയി കളഞ്ഞു. അത് തന്നെ ഇതുപോലത്തെ ചേച്ചിമാരൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ? ഇവിടെ എല്ലായിടയിലും മൊബൈലുണ്ട്, എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാള് വെള്ളം അടിച്ചിട്ട് വന്നിരിക്കുമായിരിക്കും, അയാൾക്ക് നല്ല കലിപ്പുണ്ടാവും, എന്ത് തരം കലിപ്പ് വേണേലും ആവാം. അപ്പോഴായിരിക്കും ഈ ഫാമിലി പ്രശ്നമുള്ള ആൾക്കാര് ഫാമിലി വ്ളോഗുകൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പ്രശ്നം ഉണ്ടായപ്പോ അവൻ ആ സന്തോഷം കണ്ടെത്താൻ വേണ്ടി വരുവാണ്. അവരും പ്രശ്നത്തില്ല, ഞാനും പ്രശ്നത്തില്ല. മറ്റേ ആറാട്ടന്റെ വീഡിയോ കാണുന്നത് എന്തുകൊണ്ട് ആറാട്ടന്റെ വീഡിയോ ആൾക്കാർ കാണുന്ന വെച്ചാൽ എന്നെക്കാ മോശമാണല്ലോ അയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞതോ ഇവൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്ന ആൾക്കാര് അങ്ങനത്തെ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് ആറാട്ടന്റെ വീഡിയോ കണ്ടിട്ട്. നമ്മളെക്കാൾ മോശപ്പെട്ട ഒരാളുണ്ടല്ലോ ഇവൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ കളിയാക്കാം. അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആയിട്ട് കുറെ പേര് ആറാട്ടനെ സ്ഥിരമായിട്ട് കാണുന്നവര് കംഫർട്ട് കിട്ടുന്നുണ്ട്. കംഫർട്ടിന് വേണ്ടിയാണ് ഈ കുത്തിയിരുന്നത് കാണുന്നത്. പിന്നില്ല, അല്ലാതെ എന്താണ് ആ ക്ലിക്ക് ബൈ ആ ക്ലിക്ക് അതെങ്ങനെയാണ് ആറാട്ടന്റെ വീഡിയോ കാണാതിരിക്കാൻ പറ്റുന്ന ആൾക്കാർ? അതെ, അല്ലെങ്കിൽ ഇവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കേരളത്തിൽ കൂടുതലും അങ്ങനെയുള്ളവരോ എല്ലാവർക്കും ആറാട്ടനെ അതെങ്ങനെയാണ് എല്ലാവർക്കും എല്ലാവർക്കും ആറാട്ടനെ അറിയാം. ആറാട്ടനെ അറിയില്ലാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ടണ്ണന് വിഷമവും, ആറാട്ടനെ അത് ഇഷ്ടപ്പെടില്ല. കാരണം എന്നെ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കും. എന്നെ അറിയില്ലേ ഒരു സാധനം ഉണ്ട്, അതെ ചോദിക്കും എന്നെ അറിയത്തില്ല, എന്നെ അറിയില്ലേ ചോദിക്കും. കാരണം ആറാട്ടണ്ണന് അറിയാന്ന് തോന്നുന്നു മരാരാന്ന്. അത് തന്നെ അങ്ങനത്തെ ആളുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ശരിക്കും ഒരു സാന്ത്വനാണ് ആറാട്ടണ്ണൻ. സത്യം, മലയാളികൾക്ക് ഒരു സാന്ത്വനമാർക്കൊക്കെ ഒന്ന് സെൽഫായിട്ട് ഒരു ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഇത്രയും പ്രശ്നമൊന്നും ഇല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥ. എത്ര പഠിച്ചിട്ട് എന്ത് കാര്യം, നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, ഈ അവസ്ഥയിലല്ലല്ലോ, വിദ്യാഭ്യാസം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാശ് കൊടുത്താൽ കാശ് കൊണ്ട് മാത്രം കാര്യമില്ല, സന്തോഷം കിട്ടില്ല എന്നൊക്കെ പറയില്ല. അതുകൊണ്ട് സാധനമില്ലേ അത് നോണയാണ് കേട്ടോ അളിയാ. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞത്, ഇത് ഈ കാശ് കൊടുത്ത സന്തോഷം കിട്ടില്ല, അതൊരു പറ്റിപ്പത് പറ്റിക്കല്. ഇതുപോലെ ഈ ദാരിദ്ര്യ രാജ്യത്ത് മാത്രമേ മാത്രം അത് പറയുള്ളൂ. കാശ് കൊടുത്ത സന്തോഷം കിട്ടും, പിന്നെ അല്ല കാശില്ലാത്തവർക്കേ അറിയത്തുള്ളൂ ആ സന്തോഷത്തെ പറ്റി. അതിനൊരു കാരണം കണ്ടെത്തുകയാണ്. അതെ അതെ, കാശില്ലല്ലോ എന്നാ പിന്നെ കാശ് കൊടുത്താൽ എല്ലാം കിട്ടുമെന്നില്ലെന്ന് പറഞ്ഞെങ്കിൽ പ്രചരിപ്പിച്ചു വരിക എല്ലാവരും കൂടി. എന്താണ് കാശ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെയും കാശില്ല, പക്ഷെ ഇങ്ങനെ പറയാറില്ല. അങ്ങനെയൊക്കെ ആശ്വസിക്കേണ്ട കാര്യമുണ്ട്. ആറാട്ടന്റെ വീഡിയോ കണ്ട് ആശ്വസിക്കത്തില്ല, കാശില്ല ഉണ്ടായാലെല്ലാം കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ആശ്വസിക്കത്തില്ല, കാശില്ലാത്തടത്ത് എന്തോ പ്രത്യേക സാധനം ഉണ്ടെന്ന് പറഞ്ഞു ആശ്വസിക്കത്തില്ല, സന്തോഷിക്കത്തില്ല. കാശില്ലാത്തപ്പോൾ ഉള്ള മറ്റേതാണ് സ്നേഹം, അതും ഇല്ല. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ ഏതോ സോഷ്യൽ മീഡിയയിലാണ് എന്തോ ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു, ഒരു വയസ്സായ ചേട്ടനും ചേച്ചി സൈക്കിളിൽ പോകുന്നു. അതിനൊരു BGM ഇട്ട് കൊടുത്തിട്ട് ഇതാണ് ജീവിതത്തിന്റെ സത്യം. ആ പുള്ളി 10-65-70 വയസ്സുണ്ട്. ആ മൂപ്പിലാണ് ആ പെണ്ണുമ്പിള്ളനെ വെച്ച് സൈക്കിള് ചവിട്ടി കഷ്ടപ്പെട്ടാ പോണത്. അതെ, ദുരിതം. അതും നല്ല നട്ടപ്പുറം ഉച്ചക്ക് സൈക്കിള് ചവിട്ടി ചെറുപ്പക്കാര് പോവൂ.
സൈക്കിൾ വണ്ടി പോണേ അപ്പൊ പറയണേ സൂപ്പറാണ്. ഇതൊക്കെയാണ് ജീവിതത്തിലെ സന്തോഷം. അതെ 2 മണി ഉച്ചക്ക് മറ്റേ കൃഷ്ണകുമാർ പറഞ്ഞില്ലേ കുഴിക്കാത്ത ഇത് കൊടുക്കുമ്പോ കുഴിക്കാത്ത കന്യാ മണ്ണ് ഉണ്ടാകുമ്പോ സന്തോഷമുണ്ട്. അതുപോലത്തെ ഒരു സാധനം അത് കറക്റ്റ്. അതെ ശരിയാ, അതൊക്കെയാ സന്തോഷം. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഇത്തിരി കമന്റ് ഇടുന്ന ആൾക്കാരുടെ മനോനില നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിത് ആദ്യം തൊട്ട്, അതായത് ഈ സോഷ്യൽ മീഡിയ എന്ന് തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് ഇതിന്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. ഞാൻ ആദ്യം തൊട്ട് കമന്റ്സിന് റിപ്ലൈ ചെയ്യത്തില്ല, ഒരിടത്തും പോയി കമന്റ് ഇടത്തില്ല. ഇപ്പം കമന്റ്സ് വായിച്ച് നമ്മളൊട്ട് ഞെട്ടാനോ അത് കണ്ടിട്ട് വേറൊരു തരത്തിലുള്ള രീതിയിൽ ചിന്തിക്കാനോ ഒന്നും തയ്യാറല്ല. കാരണം ഞാൻ കാണുന്നുണ്ട്, എനിക്ക് ചുറ്റും നമ്മൾ ഈ സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾക്ക് വലിയ പ്രശ്നം വരത്തില്ല. കാരണം എനിക്കറിയാലോ ആരാ ഈ ഇടുന്നതെന്ന്. ഇതേപോലത്തെ ആൾക്കാർ നമ്മുടെ അപ്പുറത്തുണ്ടല്ലോ. അവിടെ ഇരുന്ന് ഇങ്ങനെ റിങ്ങി എന്തെങ്കിലുമൊക്കെ പറ്റി വല്ലൊക്കെ പോക്കറ്റ് അടിക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുന്നവരോ അങ്ങനെ വല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉള്ളൂ കൈക്കൂലി മേടിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോ തന്നോട് ഞാൻ ചോദിച്ചിട്ട് തനിക്കൊരു കാര്യം സാധിക്കണം, അത് പോലീസുകാരൻ തന്നെ ആയിക്കോട്ടെ, താണ ഇങ്ങനെ ചില്ലറ കൊടുക്കുമ്പോൾ അത് മേടിക്കുന്ന ഒരു പോലീസുകാരനും പിച്ചക്കാരനും തമ്മിൽ തനിക്ക് എന്താ വ്യത്യാസം? യൂണിഫോമിൽ തെണ്ടുന്നു, മറ്റേ ആള് യൂണിഫോം ഇല്ലാതെ തെണ്ടുന്നു എന്നുള്ള വ്യത്യാസമല്ല. അപ്പൊ ഒരു തെണ്ടിയുടെ പ്രിവിലേജ് അല്ലേ കിട്ടത്തുള്ളൂ. തെണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നിവർത്തിയുടെ കൊണ്ട് തെണ്ടുന്നതിനേക്കാളും തെണ്ടിയാണ് മറ്റേ സർക്കാർ തെണ്ടി. PF ഉള്ള മറ്റേ റിട്ടയർമെന്റില് ഇത് പെൻഷൻ കിട്ടുന്ന തെണ്ടി, പോലീസ് തെണ്ടി എന്ന് പറയുന്ന തെണ്ടിയെ പോലല്ലേ നമുക്ക് തോന്നുള്ളൂ. വേറെ കാര്യമുണ്ടോ ഈ ഭയങ്കര റൂഡായിട്ടുള്ള ഇല്ല, നമ്മൾ ചിലർക്ക് ടിപ്പ് കൊടുക്കാറുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, ഇവിടെ ഉള്ളവർ ഞാൻ പറയാം, ഈ പൈസയൊക്കെ ഉള്ളവർ ടിപ്പ് പോലെയൊക്കെ കൊടുക്കൂടോ പോലീസുകാർക്കൊക്കെ. അവർക്ക് വലിയ ശമ്പളം ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വന്ന് ഇതിന് വരുന്നവർക്കൊക്കെ ആൾക്കാർ പൈസ കൊടുക്കുന്ന സന്തോഷത്തിന് കൊടുക്കുന്ന, അതിന് വലിയ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ടിപ്പുകൾ എനിക്ക് അത്ര കുറ്റകരമായിട്ട് തോന്നുന്നില്ല. അല്ല എന്തെങ്കിലും ഒരു കാര്യം നടന്നു, പോലീസിന് മാത്രമല്ല ടിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. എടോ അങ്ങനെ ഇല്ലടോ, ഇവിടെ അതൊക്കെ ഉള്ളു. ഇത് ഈ തേർഡ് വേൾഡ് കൺട്രി, അണ്ടർ ഡെവലപ്ഡ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവര് തെണ്ടുന്നതിനും ഈ നിയമങ്ങളൊക്കെ നമുക്ക് തേർഡ് വേൾഡ് കൺട്രി അതെന്താന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ അവരെ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നൊന്നുമില്ല. കുറ്റകൃത്യം ചെയ്തതിനെ മറയ്ക്കാനോ അല്ലെ വേറൊരാളെ കുറ്റവാളി ആക്കാനോ കള്ളക്കേസ് ഉണ്ടാക്കാനോ അല്ലല്ലോ നമ്മളത് ചെയ്യുന്നേ. അവര് നമ്മളെ വീട്ടിൽ വരുന്നു, നമുക്ക് ഈ സാധനം തന്നിട്ട് പോകുന്നു. ചിലപ്പോ ചിലരൊക്കെ സൊമാറ്റോക്കാർക്ക് ടിപ്പ് കൊടുക്കത്തില്ലേ, ജോലി പൈസ കൊടുക്കുന്നുണ്ട്, ആ ടിപ്പ് കൊടുക്കുന്നത്. ഏതാ ഇപ്പൊ ഹോട്ടലിൽ വെയിറ്റർക്ക് ടിപ്പ് കൊടുക്കുന്നത്? പ്രശ്നമുണ്ട്. എങ്ങനെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പോലീസിന് ടിപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ വാങ്ങുന്ന ആൾക്കേ മറ്റേതൊക്കെ രീതിയിൽ ഇനി പൈസ കിട്ടും എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവും. ഈ ഇതിനകത്ത് എന്തെല്ലാം സോഴ്സസ് ഉണ്ടെന്നുള്ളത് ചിന്തിക്കുള്ളൂ. അതെന്താണെന്നറിയോ, അങ്ങനെ ചിന്തിക്കുന്നവരല്ലടോ എല്ലാവരും. എല്ലാവർക്കും അത് പറ്റത്തില്ല. ഒരു പ്രത്യേക തരം നാറികൾക്കല്ലാതെ ഇപ്പൊ എനിക്കിപ്പോ ടിപ്പ് തന്നെ ഞാൻ മേടിക്കുമായിരിക്കും, പക്ഷെ കള്ളത്തരം കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. അങ്ങനെയുള്ളവരുണ്ട്, മനസ്സിലായി. മറ്റേന്ന് പറഞ്ഞാൽ ടിപ്പൊന്നും അല്ല അവർക്ക് വേണ്ടത്. അവർക്ക് നല്ല സാലറി ഉള്ളവരാ. ശരിക്കും പറഞ്ഞാൽ ഈ SI CA റാങ്കിലോട്ടൊക്കെ എത്തിക്കഴിയുമ്പോൾ അത്യാവശ്യം സാലറി ഉണ്ട്. 1 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. എത്ര ഉണ്ട് 1 ലക്ഷം ഒന്നും കാണത്തില്ല, എത്രയാണെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും സാലറി ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, നല്ലൊരു പവർഫുൾ പൊസിഷനിലാണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥലമാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഇക്കയും ഇണ്ണയൊക്കെ പറയുമ്പോ അങ്ങനെ ഉള്ള ആൾക്കാരില്ലേ, അവരൊക്കെയാണ് ഈ സാധനം ചെയ്യുന്നത്. വേറൊരുത്തിന് വേണ്ടി ഒരു ജോലി എടുക്കുക, സ്വന്തം തൊഴിലിനെ വഞ്ചിക്കുക, ആത്മാർത്ഥത ഇല്ലാതെ സ്വയം ചതിക്കുക, വഞ്ചിക്കുക എന്നൊക്കെ പറയുന്ന സാധനം. അത് നമ്മളൊക്കെ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയും കൊണ്ട് വരുന്ന ഒരു നമ്മൾ എന്റർടൈൻ ചെയ്യരുത്. കാരണം നമ്മുടെ വിലയാ പോകുന്നത്. അതെവിടൊക്കെയാ പോകുന്നതെന്ന് വെച്ചാൽ ഇവന്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞുണ്ടല്ലോടാ, അയാൾക്ക് എന്തോ ചെയ്തു കൊടുത്തപ്പോ വലിയ മെനയാന്നാ വിചാരിക്കുന്നത്. സത്യത്തിൽ എന്റെ മുമ്പിലും അയാളുടെ മുമ്പിലും ഈ തെണ്ടിക്ക് ഒരു തെണ്ടിയുടെ വിലയില്ല. ഇവന് കുറച്ച് കാശ് കിട്ടിയാൽ ഈ തെണ്ടി അല്ലടാ ഇറങ്ങുന്ന. പിന്നെയും മനസ്സിലാവുന്നുണ്ട്, ഇവൻ എവിടെ ചെന്നാൽ ഇവനെ അറിയാലോ ആളുകൾക്ക്. ഇപ്പൊ ഒരാൾക്ക് അതായത് ആ നിയമം കൃത്യമായിട്ട് അങ്ങ് നടത്തുന്ന അത്രയും ഭംഗി ഒരു പരിപാടിയിലും ഇല്ല. നിയമം മാത്രമല്ല, ജോലിയാണെങ്കിലും എന്താണെങ്കിലും ഒരു ജോലിക്ക് ചെയ്യാൻ നമ്മളൊരു ജോലി ചെയ്യുവാണ്.
അവിടെ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നതിനുള്ള ഒരു സംഭവമുണ്ട്. മനസ്സിലായി? നമ്മളെക്കാൾ കുറച്ച് സാലറി ഉള്ളവരിവിടെ ജീവിക്കുന്നുണ്ട്, കൂടുതലുള്ളവരും ജീവിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കൃത്രിമം കാണിക്കുക, വേറൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വേറെ വന്ന് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അത് പിടിക്കുക. അങ്ങനത്തെ ഒരുത്തെന്ന് പറയുന്നത് ശരിക്കും ഒരു അന്തസ്സില്ലാത്ത, ഭാര്യയ്ക്ക് പൂക്കൾ ഷെട്ടിയും മറ്റേ ഇലാസ്റ്റിക് ബ്രായും മേടിക്കാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ഭാര്യ അണിഞ്ഞൊരുങ്ങി വരുന്നതും അല്ല കൊച്ചിന് മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഡയറി മിൽക്കൊക്കെ ഇവൻ ഇങ്ങനെ ഉണ്ടാക്കിയതാന്ന് പറയുന്നിടത്ത് ആ കൊച്ചിന് പോലും ഒരു നാണക്കേടാ ശരിക്കും അത്. Bro is doing this for Buying bras. Bra bro. This bro is doing this for a bra bro. Bra bro അത്. Bra bros. ഒരു ബ്രാ ബ്രോയെ കണ്ടാന്ന് ഞാൻ. അപ്പൊ അങ്ങനത്തെ ഈ ബ്രാ ബ്രോസിന് ഉളുപ്പില്ല. അവൻ അവിടെ നാണം കെട്ടു, മറ്റിടത്തും നാണം കെട്ടു, ഒരു അന്തസ്സില്ലാത്ത ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുപോലത്തെ കച്ചറകൾ കൂട്ടും കിട്ടും ഇവർക്ക്. ഇവരുടെ ഫ്രണ്ട്സിനെ നോക്കി അറിയാം ഇതേ മെന്റാലിറ്റി ഉള്ള, ഇതുപോലെ തന്നെ തറ ലെവലിൽ ജീവിക്കുന്ന, ഒരു മര്യാദയും മാന്യതയും അന്തസ്സും ഇല്ലാത്ത, ഈ പറഞ്ഞ പോലെ ഏത് ലെവൽ വരെ പോകുന്ന പറയാൻ പറ്റത്തില്ല, അവൻ്റെ ഒന്നും അന്തസ്സില്ലായ്മ. മനസ്സിലായോ? അങ്ങനെ വരെ പോകുന്ന തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മുടെ വിഷയം ശരിക്കും ഇതല്ല. ഈ കൈക്കൂലി ഈ ആൾക്കാരെ അതിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥർ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും ഇവര് ചിലപ്പോ ഇവരുടെ വീട്ടിൽ നിന്ന് ആള് വന്നാലും കൈക്കൂലിയൊക്കെ മേടിക്കുമായിരിക്കും. ഭാര്യയുടെ കൈക്കൂലി മേടിക്കുന്നുണ്ടോ? ഇല്ല, ഭാര്യയുടെ മക്കളെ അങ്ങനെ മേടിക്കത്തില്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ മാതാപിതാക്കളെ തല്ലുന്ന കുട്ടികളില്ലാന്നോ, എത്ര വലിയ കച്ചറയാണെങ്കിലും തന്തയും തള്ളൻ തല്ലത്തില്ല. വളരെ കുറച്ചുള്ളതാണ് ശരിക്കും. എന്തൊക്കെയാന്ന് പറഞ്ഞാലും തന്തയും തള്ളൊക്കെ വന്ന് കത്തി താഴെ എന്ന് പറഞ്ഞാൽ കത്തി താഴെ. ഇപ്പൊ അങ്ങനല്ല. തന്ത തള്ള കത്തി താഴെ ഇടാൻ നാട്ടുകാർ പറഞ്ഞാൽ പോലും തള്ളെ തൂക്കി കൊല്ലും. കത്തി എടുത്തിട്ട് കുത്തുക. അതൊരു ഭയങ്കര മാറ്റമുണ്ട്. അത് ആ ഒരു മാറ്റമുണ്ട്. അതൊരു ഭയങ്കര ഒരു സമൂഹത്തിലെ വലിയൊരു മാറ്റം തന്നെയായിരുന്നു. അതെ 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 അതെ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പൊ അതിനിടയിൽ ഇതുപോലത്തെ ഐറ്റം ഇപ്പൊ ഈ കുത്തിക്കൊന്നവൻ എന്ത് കമന്റ് ഇടും? എലിസബത്തിന്റെ പോസ്റ്റിനടി വന്ന് അവൾക്കത് തന്നെ വേണം, അവളങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ മറ്റേ ചേച്ചി, വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഒത്തിരി പേര് കേരളത്തിലുണ്ട്, വിവരമില്ലാത്തവങ്ങളും ഉണ്ട്, തീരെ നിവൃത്തിയില്ലാത്തവങ്ങളുണ്ട്. അവരൊക്കെ എന്ത് പറയാനാ? അവർക്ക് അറിയാവുന്നതല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ നമുക്കറിയാം, നമ്മൾ അതൊക്കെ ചെയ്യും. അപ്പൊ നമ്മളുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് നമ്മൾ അവരെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാകാൻ നമ്മളെക്കാൾ എന്തോ കുറഞ്ഞ ആളുകളാണ്. ഒന്നെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്തത്, അല്ലേ വിദ്യാഭ്യാസക്കുറവ്, വിവരക്കുറവ്, അവസ്ഥ മോശം, ഫ്രസ്ട്രേഷൻ. അല്ലാതൊന്നും ഞാൻ ഇതിനകത്ത് കണ്ടിട്ടില്ലല്ലോ. ഞാൻ തുടക്കം തൊട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എന്തിനാ കമന്റ് നോക്കുന്നു. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളൊരു കാര്യം, ഒരു വിഷയം അറിയും, എന്ത് വിഷയം ആയിക്കോട്ടെ, ഒരു ന്യൂസ് അറിയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയും, ഒരു കമന്റ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒരു കമന്റ് ഉണ്ടാവും. പിന്നെ അപ്പൊ നമ്മുടെ കമന്റ് ഈ മറ്റൊരാളെ ഭയങ്കരമായിട്ട് അയാളുടെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ കമന്റ് പാസ്സാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ബോധം വേണം. അയാളും കൂടി ഇത് കാണും അല്ലെങ്കിൽ അറിയും എന്നുണ്ടെങ്കിൽ അപ്പൊ ആ ആളുടെ മാനസിക നില എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കമന്റുകൾ പാസ്സാക്കാൻ എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനത്തെ ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അതുപോലത്തെ പണി കാണിച്ചെടുത്താണെങ്കിൽ കുഴപ്പമില്ല. കുറ്റക്കാരോ അവരല്ലേ അതുപോലത്തെ ദ്രോഹം ചെയ്തവരൊക്കെയാണോ അങ്ങനെ വിചാരിക്കുക. പിന്നെ ഈ കമന്റ് വായിക്കുന്ന ആൾക്കാർക്ക് ഒരു വേറൊരു തെറ്റിദ്ധാരണയുണ്ട്. അതെനിക്ക് എലിസബത്തിന്റെ കേസിലാണ് മനസ്സിലായത്. എലിസബത്തിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ എലിസബത്ത് വീഡിയോ ഇടുമ്പോൾ കാണുന്നതും അതിന് കമന്റ് അടിക്കുന്നവരും എല്ലാവരും അവൾ കണ്ടിട്ടുള്ള, അവളുടെ ചുറ്റുപാടിലുണ്ടായിരുന്ന, അവരുടെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ആളുകളും അയൽവക്കക്കാരും ബന്ധുക്കളും പഠിച്ച സ്ഥലത്തുള്ള സുഹൃത്തുക്കളും അതുപോലുള്ള ആളുകളാണ് ഈ കമന്റ് ഇടുന്നവരെല്ലാരും എന്നൊരു ധാരണ ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അവിടെയാണ് പ്രശ്നം. ഇവര് കണ്ടിട്ടുള്ളവരൊക്കെ ഡീസന്റ് ആൾക്കാരായിരിക്കും. ഇവിടെ ആണോ? അല്ല, അതാണോ കേരളം? അല്ല. അപ്പോ ഇതുപോലത്തെ ആൾക്കാർ വന്ന് അലിൻ ജോസ് പെരേര ഒരു കമന്റ് ഇട്ട് എങ്ങനെ ഇരിക്കും? പാവം, അവൻ വല്ല പാട്ടൊക്കെ പാടിയിട്ട് പോവായിരിക്കും എന്ന് പറഞ്ഞാൽ തെറി വിളിക്കുന്നവരില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു വീഡിയോ, അവരല്ല കമന്റ് ഇടുന്നത്. എനിക്കൊരു കമന്റ് വന്നു, ഞാൻ പറയാം. അപ്പൊ എനിക്കൊരു കമന്റ് വരണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ
എഴിച്ച് പോടാ മയിലേ എന്നാണ് കമന്റ്. ആരാ കമന്റ് ചെയ്തതെന്ന് അറിയാമോ? ജെന്നിഫർ ലോപ്പസ്. ട്രംപൊക്കെ ഇപ്പൊ വൻ കമന്റ് ട്രംപ് ആരാണ്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടല്ലോ ഇന്ന് ഇൻസ്റ്റ വന്നാണല്ലോ. അപ്പൊ അത്ര ഉള്ളൂ അതൊക്കെ, മനസ്സിലായില്ലേ? ഇതൊന്നും ഇതുണ്ടോ 5 പൈസയുടെ ബോധമില്ലാത്ത. അതായത് ഡൊണാൾഡ് ട്രംപ് നയങ്ങൾ തിരുത്തുക, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം എന്നാണ് വാർത്ത. കണ്ട സമരം ചെയ്യുക കുറെ പാഴുകള്. ഏത് ജാതിപ്പെട്ട പാഴാണെന്നോ മതത്തിൽപ്പെട്ട പാഴാണെന്നോ അല്ലെങ്കിൽ ഇമാർ ഏത് പാർട്ടിയിൽപ്പെട്ട പാഴുകളാണെന്ന് അറിയത്തില്ല. ലോക പാഴുകൾ സമരം ചെയ്യാൻ ഇറങ്ങിക്കുക. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അല്ലെ വേറെ ആളുകൾക്ക് ജോലികൾക്ക് തടസ്സം ഉണ്ടാക്കരുത് എന്നുള്ള പോലും അങ്ങനെ ഒരു ബോധം കൂടി ഉണ്ടാകുന്നെങ്കിൽ ഇങ്ങനെ ഒരു സമരം ചെയ്തിട്ടുള്ളൂ. അതിന് അടിയില് ദിവാകര എനിക്ക് കുറച്ച് സമയം തരണം പ്ലീസ് എന്ന് ട്രംപ് എന്നാ ട്രോളാന്ന് നോക്കിക്കോണേ. ഈ പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാകത്തൊന്നുമില്ല. ഇമാർ ഇനി ഇറങ്ങും ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ. ഇത് ഏത് പാർട്ടിയാന്ന് എനിക്ക് മനസ്സിലായി. ഏത് പാർട്ടിയാണെങ്കിലും ഇമാര് മനുഷ്യരാണ്. ബുദ്ധിയില്ലാത്ത കുറെ ആൾക്കാർ ഇത്രയും പേര് ഈ ഫ്ലെക്സ് പഠിച്ച് വരിക എന്ന് പറഞ്ഞാല് ഏത് ബുദ്ധിയില്ലാത്തവനാണ് ഇവൻ? അതായത് ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? മനുഷ്യാവകാശ കടന്നുകയറ്റങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിച്ച് പ്രതിഷേധി കൂട്ടായ്മ CPI നേതാവ് ഈ ദിവാകരൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഇവിടെ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റുമായിട്ട് സമരം ചെയ്തേക്കുന്ന പലതും കോമഡിയാ. അല്ലടോ വേറെ കാര്യം, MTVക്കെതിരെ SFIക്കാർ സമരം ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ MTVക്കെതിരെ സമരം ചെയ്യുക, കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യുക, കൊയ്ത്ത് മെഷീനെതിരെ സമരം ചെയ്യുക. അതുകൊണ്ട് ഇപ്പൊ കണ്ടു ട്രംപിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി സമരം ചെയ്തു. എങ്ങനെ സംഭവിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ ഏതോ ഒരുത്തൻ. ഒരു കാര്യമുണ്ട്. ഇത് സംഭവിക്കണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കമ്മ്യൂണിസത്തിന്റെ ഒരു വരവുണ്ടോ കേരളത്തില്? കമ്മ്യൂണിസം വന്ന ഒരു സമയം മുതൽ ഇവിടെ ഈ എല്ലാത്തിനും എതിരെ സമരം ചെയ്തു വേണം നമ്മളെല്ലാം. ശരിയാ, അങ്ങനെ ഒരു പൊതുബോധം കേരളത്തിലുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പുതിയത് വന്നാൽ നമ്മൾ അതിനങ്ങ് റെസിസ്റ്റ് ചെയ്യാം, തള്ളി പറയാം. അവിടെ അങ്ങ് സംശയത്തോടു കൂടി നോക്കി കാണാം. മുതലാളിത്തത്തിന്റെ ഒരു സാധനമാണ് ഈ വരുന്നത് എന്നുള്ള ബോധത്തിലാണ് ഈ ഇവിടുത്തെ. അല്ല അതാണ് ആലോചിക്കുക, ഇന്ത്യയിൽ എവിടെയെങ്കിലും BJPക്കാർ സമരം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അത് ശരിയാ കേട്ടോ. ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും BJPക്കാർ സമരം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ കേരളത്തിൽ BJP, ഇവിടുത്തെ BJPക്കാര് ഇടതാത് സമരം. പക്ഷെ ഇവിടെ ആകെ അവര് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ശബരിമല മാത്രമേ ഉള്ളൂ. സമരം എന്നൊന്നും പറയാനൊന്നുമില്ല. അവര് ഇതിന് ഇറങ്ങുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവർ ആ പരിപാടിയാണെന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് രംഗത്ത്. ഇപ്പൊ സർക്കാരിനെതിരെയൊക്കെ സമരം ചെയ്യും. എന്താ മഹിളാ മോർച്ചയൊക്കെ വരും, പിന്നെ ദളിത് മോർച്ചയുണ്ട്. അതെങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പല മോർച്ചകളുണ്ട് ഇതിനകത്ത് BJPക്കകത്ത്. പിന്നെ എന്താ യുവാക്കളുടെ എന്താണ് യുവമോർച്ച, ABVP, NSS, RSS അങ്ങനെയൊക്കെ. അല്ല ഇതൊക്കെ കണ്ടില്ലേ അവസ്ഥ? അപ്പൊ ഇതൊക്കെ കോമഡികള്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ വലിയ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. അതാ വേറെ രസം. അപ്പോൾ കമന്റ്സിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളെ പോലുള്ളവരല്ല ഈ കേരളം മുഴുവനുള്ളത്. വിദ്യാഭ്യാസം ഇല്ലാത്തവനും ബോധമില്ലാത്തവനും തലയ്ക്ക് വെളിവില്ലാത്തവനും എല്ലാം അടങ്ങുന്നൊരു സമൂഹമല്ലേ നമ്മുടെ കേരള സമൂഹം. കേരളം ഒരു പ്രാന്തലയമാണെന്ന് കുട്ടി കേട്ടിട്ടില്ലേ? കേരള സമൂഹമാണ്. അതെ, കേരളസ്. അതുപോലെ തന്നെ മലയാളി പൊളിയാണ്. വാ പൊളിച്ചോണ്ട് നടക്കും, പഴം പൊളിച്ച് തിന്നും, ഉള്ളി പൊളിച്ച് കറി ഉണ്ടാക്കി തിന്നും, ഉള്ളിക്കറി ബീഫ്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. പലതും പൊളിക്കുന്നുണ്ട്. പൊളിഞ്ഞിരിക്കുന്നവര്. കേരളം പൊളിയല്ലേ, മലയാളി പൊളിയല്ലേ. റോഡ് പൊളിഞ്ഞാണ്, പാലം പൊളിഞ്ഞതാണ്, വീട് പൊളിഞ്ഞതാണ്, അങ്ങനെ എല്ലാം പൊളിഞ്ഞതാ. പൊളിഞ്ഞങ്ങ് ഇരിക്കുക, പൊളിച്ചങ്ങ് വെച്ചേക്കുക മലയാളി. ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോയാലും മലയാളി പൊളിഞ്ഞിരിക്കുക. പൂക്കളം പൂക്കൾ നീർപ്പൂക്കൾ നീയും കാണുന്നുണ്ടോ പൂക്കൾ പനിനീർ പൂക്കൾ. ബാസ് നീയും കാണുന്നുണ്ടോ. വേറെ അങ്ങനത്തെ പാട്ട് അത് മറ്റേ തന്റെ സൗണ്ട് അല്ല, ബാസ് ഉണ്ട്, എന്റെയാ. അപ്പൊ ഞാൻ വേണം അത് ഇടാൻ.
അല്ല അവിടെ ഇരുന്നിട്ട് താനിട്ട ശരിയാവും. Sorry. തനിക്ക് ബേസ് ഇല്ലടേ. ഓക്കെ എനിക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി, ശ്രദ്ധിച്ചില്ല. ആവേശം കൊണ്ടല്ലേ, എനിക്ക് അത് വരുന്ന കണ്ടപ്പോൾ ആവേശം കൊണ്ട് താനെ അത് ഞാനത് പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ. ഇതിലും കൂടിയ സാധനം ഉണ്ടോ? വേറെ ഏതാ ഒരു പാട്ടുള്ള ഇങ്ങനെ എടുക്കുന്ന മറ്റേ പഴയൊരു പാട്ടുണ്ടല്ലോ. ഓഹ് എന്തോ വന്ന പണ്ടാരൻ നസീറിന്റെ ഏത് പടത്തിൽ യേശുദാസ് പാടിയത്. ഒറ്റക്കമ്പീനാദം മാത്രം, അതിങ്ങനല്ല, മൂളും വീണാഗാനം. വീണയായി പിടിച്ചേക്കണത്. ഏകരാഗമേതോ താളം മുഖരാഗാനാലാപം ഈശ്വരഗതിയിൽ. ഇത് നമ്മൾ നേരത്തെ ഒരു ഇട്ടാണല്ലോ. ഈശ്വരഗതിയിൽ ഒറ്റക്കമ്പീനാദം മാത്രം മൂളും വീണാഗാനം. വേറെ ഉണ്ടോ? വേറെ ഉണ്ട്. ഏതാ ഉള്ളേ? അല്ല ഇങ്ങനെ ഡത്തിലോട്ട് വേണം. ഈ സമ്മറിൻ പേരിൽ ഉണ്ടോ അങ്ങനത്തെ സാധനം വല്ലതും? അങ്ങനെ അത് ഇന്ന് ഞാൻ പാടിയാന്ന് വേറെ ദേവദുന്ദുഭി. പിന്നെ കച്ചേരി ഉണ്ടാന്ന് സാന്ദ്രലയം ഗാനലയം. ഗാനലയം ലയം എന്ന് പറഞ്ഞാല് ഈ തോട്ടത്തില് പണിക്കാർ താമസിക്കുന്ന സ്ഥലമല്ലേ? ഗാനലയം. കുതിരയുടെ ലയം ഉണ്ടല്ലേ? ഇതിനകത്ത് ഏത് ലയമായിരിക്കും? ഗാനലയം വേറെ ലയമായിരിക്കും. ഗാനങ്ങളുടെ ലയം, കുതിരയുടെ ലയം, ഗാനം താമസിക്കുന്ന സ്ഥലം. അർത്ഥം പിടികിട്ടി. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഇപ്പൊ വേണം മമ്മൂട്ടിയുടെ സൗണ്ട് ഒക്കെ എടുത്താൽ ശരിയാകുമായിരിക്കും അല്ലേ? മ്യൂസിക് ഹൗസ്, അതാണ് ഗാനലയം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. മടങ്ങിപ്പോ ഓണായിരം അങ്ങനെയാ പറയണ്ട. അങ്ങനല്ല, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല, ഇറങ്ങി പോടാ മയിരേ. അങ്ങനെ ചന്തു പറയണ്ടേ? അല്ല പിന്നെ ഇരുമ്പാണ് തട്ടി മുളയാളി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്കി വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. എന്നിട്ടോ ഉണ്ണിയാർച്ച് ഊമ്പിച്ചു എന്നൊക്കെ അങ്ങനത്തെ ഒരു രീതിയിലല്ലേ ഡയലോഗ്. കിണ്ടിക്ക് എവിടെ കയറിയിട്ട് ആർക്ക് അത് തോന്നണ തുറന്നു കയറിയപ്പോ കിണ്ടി കയറി എന്നെ വിറ്റല്ലേ. അയ്യോ, പിന്നെ ചൂട്ടെടുത്ത് ഓടി. മെയിൻ ടീമുകളുടെ പഴയ ആൾക്കാരുടെ പരിപാടിയാ. പണ്ട് നമ്മൾ പറയത്തില്ലേ മറ്റേ വീടുകൾ എന്ന് പറയുന്നത് ഇല്ലോ എന്ന് പറയുന്നത് എന്തുവാന്നു, സ്പാ. അങ്ങനെ വരുന്ന സ്പായി വരുന്നവരാ, പൈസ കൊടുക്കുന്നവരാ. അന്ന് പറമ്പൊക്കെ കൊടുക്കുമല്ലേ, അന്നത്തെ പരിപാടി അതാണല്ലോ, ബാർട്ടർ സിസ്റ്റം ആണല്ലോ. കാശില്ല, പോണ്ട വേണ്ട പറമ്പ് മണ്ണ് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ കൊടുക്കുക. ഇന്ന് ആ മലയൊക്കെ എടുത്തോളാൻ. അത് B2B വിത്ത് ഹാപ്പി എൻഡിങ്ങിന് മല ഫുൾ സർവീസാ. ഞാൻ പറയുന്നതാണ്. പിന്നെ അല്ല, മസാജ് മാത്രമാണേലും റിലാക്സേഷൻ മറ്റേ തായ് മസാജ് മാത്രമേ ഉള്ളെങ്കിൽ ചിലപ്പോ പറമ്പൊക്കെ കിട്ടുവാന്ന്. ഓ ഇല്ല, പണ്ട് തായ്ലാന്റിന് തുല്യമായിരുന്നു ഇതൊക്കെ. അതെ അതെ. എന്നിട്ട് പറച്ചിലൊക്കെ ഓർമ്മ ഇവിടെ ഭയങ്കര എന്ത് സംസ്കാരം, ഇതൊക്കെയാണോ സംസ്കാരം? ഒന്നും കൊള്ളാത്ത കുറെ മനുഷ്യര്. ബ്രിട്ടീഷുകാർ വന്നോണ്ട് ഇത്രയും കിട്ടി. എടോ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നും സുരേഷ് ഗോപിയുടെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ബ്രിട്ടീഷുകാർ ഇപ്പോഴും ഇന്ത്യ ഭരിക്കുകയായിരുന്നു വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ളവർ ആരെങ്കിലും UK പോകേണ്ടി വരുമോ? വളരെ റീസണബിൾ ആയിട്ടുള്ള ചോദ്യം. കാനഡ പോകേണ്ടി വരുമോ? ആരെങ്കിലും ഗൾഫിൽ പോവോ?
ഇവിടെ തന്നെ നമുക്ക് സുഖമായിട്ട് അങ്ങ് ജീവിക്കാണ്. കാരണം അന്നത്തെ കാലത്തെ സിസ്റ്റം വളരെ കൃത്യമായിട്ട് അവർ ചെയ്തു. ഇപ്പൊ അവരെന്താ ചെയ്യുന്നേ? പിന്നെ ഇതിന് അങ്ങോട്ട് തള്ളി കയറി പോകുന്നേ. ജനാധിപത്യം കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പിന്നെ സൂപ്പറായിട്ട് അവർ മാനേജ് ചെയ്ത് തന്നേന്. ഈ അങ്ങോട്ട് തള്ളി കയറി പോകേണ്ടി വരത്തൊന്നുമില്ല. അങ്ങനെ ഇവിടുന്ന് പോകാൻ പാടില്ല അല്ലേ? അവിടെ വന്ന അവര് ഇവിടെ കോളനി ആക്കി, ഇന്ത്യക്കാർ അവിടെ പോയി അവിടെ ഇന്ത്യക്കാർ ഇപ്പൊ കോളനി ആക്കി. കോളനി ആക്കി അവര് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് കോളനി ആക്കി. പൊളിറ്റിക്കലി പ്രശ്നമുണ്ട്. പറഞ്ഞോ, ഇപ്പൊ കോളനി ഇല്ല, നഗരേ ഉള്ളു. പറഞ്ഞു ഇവിടെ മറ്റേതുള്ളത് ഇവരിവിടുന്ന് അങ്ങടി വന്നിട്ട് കോളനി ആയി. അതെ, അത്രേ ഉള്ളൂ. എന്താണല്ലോ ഒരു കോളനി ആവശ്യം നമ്മൾ. അവന്മാർക്ക് അത് തന്നെ വേണം. നീയൊക്കെ കോളനി ഉണ്ടാക്കുമല്ലേ? ബ്രിട്ടീഷുകാർ ഓർത്ത് കാണും, അയ്യോ പണ്ടാര വേണ്ടായിരുന്നു. എന്ത് അവന്മാര് വിളവന്മാർ അവിടുത്തെ മുത്തച്ഛന്മാരൊക്കെ തെറി വിളിക്കുമായിരിക്കും. പണ്ട് ലോകം മുഴുവൻ നടന്ന് കോളനി ഉണ്ടാക്കിയാൽ ഇപ്പൊ ദുഃഖിക്കുന്ന ഇന്ത്യയിൽ വന്നാലായിരിക്കും. ഇവന്മാർ അവിടെ ചെന്ന് പോവാൻ പാടില്ല. ഇവര് പുതിയ ജനറേഷനൊക്കെ പറഞ്ഞു പഠിപ്പിക്കും. നാളെ ഒരിക്കലും നമുക്ക് ലോകം മുഴുവൻ നടന്ന് കോളനി ഉണ്ടാക്കണമെന്ന് തോന്നിയാലും ഇന്ത്യ ഒഴിവാക്കിയേക്കണം. അങ്ങോട്ട് പോകരുത്. പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് പരിപാടി ആ ഏരിയ മൊത്തത്തിൽ അങ്ങ് വിട്ടേക്കാൻ പറയും. അതെ അതെ അതെ. നമുക്ക് വേറെ എന്തെല്ലാം സുരേഷ് ഗോപി അതെ അതെ. സുരേഷ് ഗോപിക്ക് അടുത്ത ജന്മത്തില് ബ്രാഹ്മണനാവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നും പറഞ്ഞിങ്ങനെ പറയുന്ന കേട്ടല്ലോ. സുരേഷ് ഗോപി സത്യത്തില് അങ്ങനെ ആഗ്രഹിക്കേണ്ടെന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ സുരേഷ് ഗോപിയുടെ ഉണ്ടോ പറയുന്നത്. അതായത് താങ്കൾ അങ്ങനെ ആഗ്രഹിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ബ്രാഹ്മണനാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രശ്നം. അത് ചിലപ്പോൾ ആരും പറയാത്ത അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാണോ എന്നുള്ള ആഗ്രഹം പറ്റുന്നത്. ഈ ജന്മത്തിൽ ബ്രാഹ്മണനാണ് ഇഷ്ടം. ഇത് മുഴുവനായിട്ടാകണമെന്നായിരിക്കും. ഈ മുഴുവനായിട്ടാണ് ആണ് അങ്ങനെ ബ്രാഹ്മണനൊക്കെ ഉണ്ടായത്. ഇങ്ങനെയാകുന്നത് പുള്ളി ബ്രാഹ്മണനാണ് ആണ്. മിസ്റ്റർ സുരേഷ് ഗോപി, യു ആർ എ ബ്രാഹ്മൺ. അതെ, എന്തിനാ അടുത്ത ജന്മത്തിൽ പോകുന്നല്ലേ? അത്രേ ഉള്ളു. കിണ്ടി കമത്തുക. അതൊക്കെയല്ലേ ചെയ്യുന്നത്. പിന്നെ ഇവിടെ തലയിലെല്ലാം ഈ പൂവും ഇലയും കളറും ഒക്കെ വാരി തേച്ച് എന്നാ ഐറ്റോടത്. അലിൻ ജോസും ഈ സുരേഷ് ഗോപിയും കൂടെ ഒന്നിച്ച് നടന്നു പോയാൽ ആറ്റിറ്റ്യൂഡ് അലിൻ ജോസ് അതെ ഭയങ്കര. ആ ഇരിപ്പും ഇങ്ങനെയൊക്കെ കാണിക്കും, മുണ്ടൊക്കെ കൊടുത്തു നടക്കും. അലിൻ ജോസ് പേര് ആന്ന് സംശയിച്ചല്ലേ? ഇയാളിപ്പോ വേറെ ട്രാൻസ്ഫോർമേഷനിലോട്ട് പോകുന്ന പോലെ നടന്നു വരുന്നത്. എയുടെ ഒരു ഓടുമ്പോ പ്രത്യേകിച്ച് ഇങ്ങനെ ഓടുന്ന ഒരു കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ പറ്റത്തില്ലേ? ഇപ്പൊ അലിൻ ജോസ് ഓടിക്കഴിഞ്ഞാല് നമ്മളിത് ട്രാൻസ്ഫോം ആകാൻ പോവാണ് എന്ന് തോന്നും. പക്ഷെ അതൊന്നില്ലെന്നേ ഉള്ളൂ. ഒരു പകുതി അവൻ അല്ലേ? ശരിയാണോ? അവന് നടക്കുന്ന ഓട്ടത്തിനൊക്കെ അയ്യേന്ന് അതെ നമ്മുടെ വിഷയത്തിലേക്ക് തെന്നി മാറി സുരേഷ് ഗോപിയുടെ അതുവഴി പോയി. വേണ്ട പോട്ടെ, സുരേഷ് ഗോപിക്ക് അറിയായിരിക്കും. ചുമ്മാ ഇല്ല, സുരേഷ് ഗോപിക്ക് അറിയാം. അതുകൊണ്ടാ ഇതൊക്കെ പറയുന്നേ. മനസ്സിലായോ? അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവന്മാർ ചുമ്മാ ഗുണവർത്താനം പറയും. അതുകൊണ്ട് അതിന് അടുത്ത ജന്മം എന്ന് പറയുന്നത് ശരിക്കും ആണെന്നുള്ളത് പുള്ളിക്കറിയാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വിഷയം കമന്റ് ആണ്. പിന്നെ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കമന്റ് ഇടത്തില്ല. താൻ കമന്റ് ഇടാറുണ്ടോ? ഞാൻ ഇടാറേ ഇല്ല. താനോ? ഇയാൾ ഇടാറുണ്ട്. എനിക്കറിയാം കുറെ എനിക്ക് ഈ പറഞ്ഞ പോലെ കമന്റുകൾക്ക് മറുപടിയൊക്കെ അല്ലേ? ഞാൻ ഇടാറേ ഇല്ലടോ. എന്നുവെച്ചാൽ എന്റെ കമന്റ് നമുക്ക് വീഡിയോ പറയാലോ. ഞാനങ്ങനെ എല്ലാ കാര്യത്തിനും എനിക്ക് അഭിപ്രായം ഒന്നും പറയാറുമില്ല. നല്ല കാര്യം കിട്ടുമ്പോഴേ പിടിക്കാറുള്ളല്ലോ. എല്ലാ വഴിയെ പോകുന്നതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം എന്തോ. ഞാൻ റിപ്ലൈ ചെയ്യുന്നവൻ ചിലപ്പോ ഇതാണെങ്കിലോ ഇതുപോലത്തെ ഐറ്റം വല്ലോ ഇരിക്കുന്ന അപ്പുറത്തിരിക്കുന്നെങ്കിലും അറിയാവോ ഈ കമന്റ് ചെയ്യുന്നവരെ? അങ്ങനത്തെ ആൾക്കാരുടെ ഗ്രൂപ്പിലാണ് ഞാൻ ആ സാധനത്തിന് കമന്റ് കൊടുക്കുമ്പോ അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് കമന്റ് കൊടുക്കുക. വേറെ തരത്തിലെ കമന്റ് ഇവന്മാർക്ക് ഈ ആയുസിൽ അത് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, ഇത് മനസ്സിലാവുന്നവർ അവിടെ വന്ന് എന്റർടൈൻഡ് ആയിട്ട് പോവുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാർക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പോരും. അല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം.
ഈ കമന്റ് ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ ഉള്ളൊരു സംഭവമാണ്. ഇനി അതല്ല, അത് എവിടെ നിന്നും കോപ്പി ചെയ്തുകൊണ്ട് വേണേലും വരാം. അപ്പൊ അതുകൊണ്ട് ഈ കമന്റ് കണ്ടുകൊണ്ടൊന്നും ആളുകളെ ഒന്നും നമുക്കൊന്നും അവര് ഒന്നും ആകാത്തതിന്റെ കാരണം തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ കോപ്പി കമന്റ് പേസ്റ്റും ഇത്തരം മണ്ടത്തരങ്ങൾ കുറെ നേരം ആലോചിച്ചിരുന്നിട്ട് ഇത്രയും എഴുതുകയൊക്കെ ചെയ്യുന്നോണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരും അറിയപ്പെടുന്നതായിട്ട് മാറും. സോഷ്യൽ മീഡിയ അല്ലേ, അല്ലേ? അവർക്ക് നല്ലതായിട്ട് എഴുതാനല്ലേ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അവർ സോഷ്യൽ മീഡിയ മാത്രമേ ഇവർക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പുറത്തൊക്കെ ഇറങ്ങിയാണെന്ന് പറഞ്ഞാൽ ഇവനെ ഒറ്റപ്പെടുത്തത്തില്ലേ? ആരാണ് ഇവരെയൊക്കെ? എന്നിട്ട് ഇത് വളരെ കുറച്ച് പേരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇത് ഇങ്ങനെ കമന്റ് ഇടാനായിട്ട്. അല്ലാത്തവർ അവര് സ്ഥിരമായിട്ട് ഇരിക്കുവാന്ന് വീട്ടില് 5-6 അക്കൗണ്ട് ഇല്ലേ പോലും വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നതും പണിയില്ലാത്തതും മൊരഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾക്ക് ഇങ്ങനെ കമന്റ് ഇടാൻ പറ്റത്തുള്ളൂ. അല്ല, എത്ര ദിവസം താങ്ങാൻ പറ്റിട്ടുണ്ട്? എത്ര കമന്റ് ഇട്ടുണ്ട്? ഇങ്ങനെ ഇടുവോ? ഓ, വല്ലപ്പോഴും ഒരു കമന്റ്. അതല്ലേ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവര് ഇവിടെ കിടന്ന് കരച്ചിലായിരുന്നു കുറെ പേര്. എന്താണ് ഇതെന്ത് പരിപാടിയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അയാൾ അറസ്റ്റ് ചെയ്യാമോ? അതെ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയത് യേശു ക്രിസ്തു ആവശ്യമില്ലാത്ത പരിപാടിയാണ് കിട്ടല്ലോ. എന്തിനാണ് ഈ ആവശ്യം? ഓരോ പരിപാടികളും നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഇപ്പൊ ഈ സമൂഹത്തിൽ വലിയ പരിവർത്തനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിപാടി നടത്തുമ്പോഴേക്കും നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് വേണം, നമ്മൾ സേഫായിട്ട് ഇരുന്നിട്ട് വേണം ഈ പരിപാടി തന്നെ. അല്ലാതെ റോട്ടിലേക്ക് ഇറങ്ങി തന്നിട്ട് മറ്റേ പരിപാടി അവതരിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കില്ലത്. അപ്പൊ ഒന്ന് കുറിച്ചൊക്കെ വരും. മനസ്സിലാവണ്ടോ? ഞാൻ ദൈവം എന്നൊക്കെ പറഞ്ഞിറങ്ങി വന്ന് എന്ത് ചെയ്യും? തനിക്ക് മനസ്സിലായി ഒരാള് ഞാൻ ദൈവമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന ചെകുത്താനെന്ന് പറഞ്ഞു വന്നാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? ചെകുത്താൻ എങ്ങനെ വേണേ വരാലോ. ചെകുത്താൻ വേണ്ടി ആരും യുദ്ധം ചെയ്യത്തില്ലല്ലോ. ശരിയാ, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യത്തുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. കറക്റ്റ്. യുദ്ധവെറിയനാണ് യഹോവ എന്നൊക്കെ പറയുന്ന ദൈവത്തിന്റെ സ്വഭാവം അറിയാമോ? പഴയ നിയമം എടുത്ത് വായിക്കണം. ഈ ഈ ഈ സെമിറ്റിക് മതങ്ങളുടെ ഒരു രീതി ഭയങ്കര രസമുണ്ടോ? ആദ്യം യഹോവ ജൂതരുടെ ദൈവമുള്ളോ എടോ അവിടെ വിളിക്കട്ടെ. യഹോവ ജൂതരുടെ ദൈവമാണല്ലോ. അപ്പൊ യഹോവ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ യേശു വന്നിട്ട് പറയാണ് യേശുവാണ് ദൈവം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളൊക്കെ ഈ ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്നവർ മുഴുവൻ യഹോവയാണ് മാറ്റി വെച്ചിട്ട് ക്രിസ്തു ആണ് ഇനി മുതൽ നമ്മുടെ മെയിൻ ദൈവം. ഇത് രണ്ടും ഒന്നാന്നാണല്ലോ പറയുന്നത്. യഹോവ മനുഷ്യനായിട്ട് വന്നാണ് യേശു എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സാധനം. അപ്പൊ യേശു ദൈവമാണ്, യേശുവാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഹോവയും യേശുവും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടോ? ഈ ക്രിസ്ത്യാനികളും ജൂതരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാ സമയത്ത് അത്ര കംഫർട്ടബിൾ ഒന്നുമല്ല. ജൂതന്മാർക്ക് ഇപ്പോഴും കുരുവാണ്. ഈ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു താല്പര്യമുള്ള ഏരിയ അല്ല. പിന്നെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഈ ഗ്ലോബലി ഈ ചേർന്ന് നിൽക്കുന്നതാണ് നല്ലതെന്നുള്ള ബോധത്തിൽ നിന്ന് അമേരിക്കയും ഒക്കെ ആയിട്ട് ട്രംപ് ഒക്കെ പറഞ്ഞു കേട്ടോ, ക്രിസ്ത്യാനികളുടെ പരിപാടി നോക്കുന്നതിനെ കുറിച്ച് അയാൾ സംസാരിക്കുകയാണ്. മനസ്സിലാവണം. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവര് ഈ ക്രിസ്തു വന്നിട്ട് ഇതിനെ തള്ളി പറയുന്നു, ഏത് അല്ലെങ്കിൽ മറ്റത് ജൂതർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി മാറ്റേണ്ടതുണ്ടെന്നും പറഞ്ഞ് ഒരു സാധനം പറയുന്നു. അപ്പൊ അതനുസരിച്ച് അങ്ങനെ പോകുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് വന്നിട്ട് ഈ ക്രിസ്ത്യാനിയും മറ്റവനും ഒന്നും ആവശ്യമില്ല, ഇതാണ് സാധനം, ഞാനാണ് സ്ഥാനത്തെ ആളെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് രേഖ, പരിപാടി കഴിഞ്ഞു. പക്ഷെ എനിക്കപ്പോഴും മനസ്സിലാത്തത് പറയുമ്പോൾ ഇവരൊക്കെ തമ്മില്, അതായത് ഇപ്പൊ ജൂതനും ക്രിസ്ത്യാനിയും ടേംസായി. മനസ്സിലാവോ? ഈ അവസാനം വന്നവനെ മാറ്റാൻ അതാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വളർന്നും പോകണം. ഒന്നും സംഭവിക്കാൻ പോകില്ല, വെറുതെ സമയം കളയാന്നുള്ളൂ. ആർക്കും വേണ്ട ഇനി ഇതൊക്കെ വേസ്റ്റ് ആയി. ഇതൊരു സാധനം ഞാൻ വേറെ സാധനം കാണിക്കാം. ഇത് ഈ അറബ് ഫാൻസ് ഇല്ലേ, അറബ് ഫാൻസ്, അതായത് UAE ഡെസേർട്ടിൽ കിടന്ന് വണ്ടി ഓടിക്കുന്നതിൽ ഭയങ്കര സംഭവം ഉണ്ട്. ഡെസേർട്ടിൽ കൂടെ പറപ്പിച്ചു, ചാടി പോയി, കുത്തിമറിഞ്ഞു, 2 വീലർ ഓടിച്ചു. ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ കുറെ അറബികളും ഈ അറബികളുടെ ഫാൻസ് എന്ന് പറഞ്ഞ കുറച്ച് ഗ്രൂപ്പ് ഉണ്ട്. ഇവന്മാരുടെ ഇത്തിരി പരിപാടിക്ക് കാറും ബഹളവും ഒക്കെ കാണുമ്പോൾ ഇവർ കാശ് കൊടുത്ത് കാറ് മേടിക്കും, എന്നിട്ട് ഇത്തിരി പൊട്ടത്തരം കാണിക്കും, കുറെ വണ്ടി മറിയും, കുറെ എണ്ണം ചാവുകയും ചെയ്യും. ഇത് വലിയ അഡ്വഞ്ചറാണ്, ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ ഇവന്മാർ ഇത് ഈ പൊട്ടന്മാർ കാണിക്കുന്നതും അങ്ങനെ തന്നെ. കണ്ട ഇവന്മാരുടെ വലിയ കാര്യം ഇത്, ഈ വണ്ടി ഇട്ട് കറക്കി കണ്ടിട്ടില്ലേ? ഇതെന്തുവാ അഡ്വഞ്ചർ? ഇവന്മാർ അഡ്വഞ്ചർ കണ്ടിട്ടില്ലേ? അപ്പൊ മറ്റടുത്ത് സൈക്കിളിലൊക്കെ പോകുന്നുണ്ടോ, പറന്നു വരുന്നുണ്ടോ? ഇതേ കാറ് തന്നെ അവന്മാർ എതുവഴിയാ കൊണ്ടുപോകുന്നുണ്ടോ?
സൈക്കിളും കൊണ്ട് ഹില്ലടോ എടോ എവിടെ കൂടെ മായി ചാടിയാണ്ട് ഇതിന് ഗ്രിപ്പുണ്ടോന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പഴാ ഇവിടെ കുറെ പൊട്ടന്മാര്, അറബികളെ പോലെ പൊട്ടന്മാര് ഇത് വലിയ ചാടകന്മാര് കാണിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അവിടെ ഉള്ളപ്പോ. അതുകൊണ്ട് ഭയങ്കര സംഭവം ഇമാർക്ക്. ഒരു 19 വണ്ടിയും വരും, കുറെ എണ്ണം കിടന്ന് പാഞ്ഞ് അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ടയർ കത്തിച്ച് കളഞ്ഞ് ഏറ്റവും ബുദ്ധിശൂന്യരായ ആൾക്കാർ എന്തോ ഒരു കാര്യം കാണിക്കുന്നവരെ തോന്നുന്നുണ്ട്. കുറെ നശിപ്പിക്കും, ഒന്നുമില്ല, കുറെ അലമ്പ്, കുറെ എണ്ണം ചാവുകയും ചെയ്യും. അതാ രസം അതിനകത്ത്. പാർക്കൂർ എവിടെ? അവിടെ ഇവന്മാർക്ക് വല്ലതും കൊള്ളാം. ഇവന്മാർ ഈ പാവട എടുത്തോണ്ട് പാർക്കൂർ എവിടെ ഓടാനാ? അമ്മമാർ ഉടുപ്പ് തന്നെ അതിന് കൊള്ളത്തില്ല. സാരി എടുത്ത പെണ്ണുങ്ങളെ പോലെ തന്നെയുള്ള അവിടുത്തെ ആ നൈറ്റി ഇട്ടുകൊണ്ട് ഓട്ടോ. ഇതൊന്നും ഒരു കാര്യമല്ല ശരിക്കും. ഇതൊക്കെ വേണ്ട വലിയ കാര്യം പോലും അവിടെ ഭയങ്കര. ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് മഹാ അപകടം പിടിച്ച പരിപാടിയും കൂടാ. എത്ര എണ്ണം ചത്തിട്ടുണ്ടെന്ന് അറിയോ? ഈ പിക്കപ്പ് എടുത്തോണ്ട് വന്നിട്ട് ടയർ കത്തിക്കല്, പാഞ്ഞ് കയറല്, ചിലപ്പോൾ ഒരുത്തിന്റെ കൺട്രോൾ ഏറ്റുമ്പോഴായിരിക്കും ഇത് തലകൊത്തി മറിയും, ഒരുത്തൻ തീരും. ഇത്തിരി വിഡ്ഢികളായമാര്, വിദ്യാഭ്യാസം വിവരം ഇല്ലല്ലോ. അപ്പൊ ഈ അഡ്വഞ്ചർ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്യത്തില്ല. ഇമാര് തീറ്റയും കൂടിയും പിന്നെ വണ്ടി ഇരുന്നുള്ള പരിപാടിയെ അറിയത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ദേവനങ്ങിയുള്ള പണിയൊന്നും ഇല്ല. പിന്നെ ഡെസേർട്ടിൽ അധികം ചെയ്യാനും ഇല്ല. ആകെ ഇതൊക്കെ ഉള്ളൂ. അഡ്വഞ്ചറാണ്. അഡ്വഞ്ചർ അല്ലേ അഡ്വഞ്ചർ. മറ്റവർക്ക് ചെയ്യുന്ന ഇമാര് കണ്ടിട്ടില്ല എന്നുള്ള. ബൈക്കും സൈക്കിളും ഈ കാറ് തന്നെ അവന്മാര് കാണിക്കുന്നതിന്റെ ഇമാര് കാണിക്കുന്നത്. ആ കാർ അവിടെ നിന്നാ ഉണ്ടായിക്കൊണ്ട് ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരുന്നത്. മനസ്സിലായി? എന്നിട്ട് വലിയ സംഭവമാണ്. ഒരു സംഭവവും ഇല്ല. അത് ഇത് മാത്രം കണ്ടോണ്ടിരുന്ന സംഭവം തോന്നുന്നു. UAE ഭയങ്കര എന്തൊക്കെയോ അഡ്വഞ്ചർ കാണിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. അറബികളുടെ സൗദിയിലും ഈ കുവൈറ്റിലൊക്കെ ഉണ്ട് ഇവന്മാര്. ഭയങ്കര എന്തോ പോലാടും. ഈ 2 വീലൊക്കെ ഓടിച്ചിട്ട് ഈ ടയർ മാറിയ സീൻ കുറച്ച് കൊള്ളാന്ന്. ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ ടയർ മാറിയ സംഭവം തന്നെ, അത് കൊള്ളാം. അല്ലാതെ ബാക്കി ഈ കിടന്ന് കാണിക്കുന്ന പലതും മണ്ടത്തരം ഇവന്മാരുടെ. അതുപോലെ ഇവന്മാരെ കൊണ്ടുപോയി അവന്മാരുടെയൊക്കെ മുന്നിൽ കൊണ്ടിട്ടുണ്ടല്ലോ. എന്തോ ചെയ്യൂടാ ഈ മറ്റേ എന്തല്ല സ്കേറ്റിംഗ് ബോർഡ്, മറ്റേ സ്കീയിങ്, റോളർ സ്കേറ്റിങ്, പിന്നെ റോക്ക് ക്ലൈംബിങ്, സർഫിങ്, എന്തുവാടാ ഇതെല്ലാം. ഇൻസ്റ്റയിലൊക്കെ കയറി നമ്മൾ സർഫിങ്ങിന്റെ ഇതിനെല്ലാം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്തോ ഡെയിലി അവന്മാർ കാണിക്കുന്നത്. പോട്ടെ, ഇതിനൊക്കെ പോട്ടെ. ഈ ഫുട്ബോൾ ഇട്ട് കാണിക്കുന്നുണ്ടോ? ലോകത്തെല്ലായിടത്തും ഫുട്ബോൾ ഉണ്ട്, നമ്മളിവിടെ ഫുട്ബോൾ ഉണ്ട്. ഈ ഒരുത്തനെങ്കിലും ഒരു ട്രിക്ക് കണ്ടുപിടിക്കുന്നുണ്ടോ? അവന്മാർ കാണിക്കുന്ന ട്രിക്ക് ഇവിടെ ചെയ്തെടുക്കാൻ തന്നെ ഇവന്മാർക്ക് പറ്റുന്നില്ല. കാരണം ഇതൊക്കെ കുഞ്ഞിന് തുടങ്ങുന്ന പരിപാടിയാണ്. അവർ ട്രെയിനിങ് ഇത്ര ഉള്ളപ്പോൾ തൊട്ടാണ് കൊടുക്കുന്നത്. അവിടെയാണ് ആ വ്യത്യാസം. ഇവിടെ നടക്കത്തില്ല. ഇവിടെ 140 കോടി പൊട്ടന്മാരുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഇത്ര ഉള്ളപ്പോ മുതലേ മതവും കൈ കുറച്ച് അരടും പൊട്ടും, ഇവിടെ കണ്ണെഴുതി കടത്തി ആകെ നശിപ്പിക്കും. അവരാണ് ഇങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് മാത്രം അവര് ചെറുപ്പത്തിലെ പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് നമ്മള് എവിടെ പറഞ്ഞാന്ന് തോന്നുന്നു. അതായത് ഈ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതനുസരിച്ചിട്ടോ മനുഷ്യര് വളർന്നു വരിക. ചെറുതായിരിക്കുമ്പോഴേ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കില്ലല്ലോ. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലല്ലോ ഇവരുടെ പാരന്റ്സിന്റെ കയ്യിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ. ഒരു ബോഡി ബിൽഡർ പ്രായമുള്ള ഒരാളെ കണ്ടോ അവിടുത്തെ? ഇവിടെ ഉണ്ട് ചില പ്രായമായവർ വരും. കഷ്ടം തോന്നി. ഇതിന്റെയൊക്കെ മുന്നിൽ പോയി പെട്ട അവനെ ഇങ്ങനെ പിടിച്ചാ ഇവിടെ ഉള്ളവൻ ചത്തു പോകും. പ്രായം കാണും. പിന്നെ ഇതെന്തോ വല്ലാത്തൊരു ആണോ? അല്ല, അല്ല. ഒറിജിനൽ ആണോ? എനിക്ക് സംശയമുണ്ട് കേട്ടോ. ശരിയാ, ഇത് ഒറിജിനൽ ഒന്നും അല്ല. ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ? അല്ല. ഞാൻ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കില്ലല്ലോ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവൊന്നും പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ഏറ്റവും എളുപ്പം മറ്റേ ദൈവമാണെന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പൊ തന്നെ അവിടെ എല്ലാം അവസാനിച്ചു എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇവിടെ പിന്നെ ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് അന്വേഷിക്കണ്ട. അപ്പൊ ഈ കൊച്ചായിരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു പ്രത്യേക ഉത്തരം കൊടുത്ത് അങ്ങോട്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോളും. പിന്നെ അതിനപ്പുറത്തോട്ട് അവന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവന് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ ചോദ്യങ്ങൾ വരില്ല. ഇന്ത്യ പോലെയുള്ള ഈ മതാധിഷ്ഠിതത്തില് ഈ ആൾക്കാരെ പിന്നോട്ട് പോകാനുള്ള കാര്യം ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല ആൾക്കാർക്ക് ഇവിടെ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് ഇവിടുത്തെ ലോകം ശരിക്കുള്ള ലോകമല്ല, ഇത് മായയാണ്. പിന്നെന്താ ഇത് എല്ലാം മായ, വേറെ എവിടെയാണ്. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഭയങ്കര കലികാലമാണ്, ഇവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ, എല്ലാം മേളിലാണ്, എല്ലാം സെറ്റപ്പ്. ഈ മേലത്തെ കാര്യം പറഞ്ഞപ്പോഴേക്ക് വേറെ കാര്യം ഓർമ്മ വന്നു. അതായത് ഈ ജൂതരുടെ സ്വർഗരാജ്യം ഉണ്ടല്ലോ, സ്വർഗരാജ്യം മോണിലത്തെ കാര്യം പറഞ്ഞോണ്ടാ. ഈ സ്വർഗരാജ്യങ്ങൾ ഏറ്റവും നല്ലത് മുസ്ലിങ്ങളുടെ സ്വർഗരാജ്യമാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ക്രിസ്ത്യാനികളുടെ സ്വർഗരാജ്യത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ലടോ. ദൈവത്തിന്റെ വലതുപക്ഷ ഭാഗത്തിരിക്കാന്ന്
ഇടത് ഭാഗത്തിരുന്ന എനിക്കൊന്നും ഒരിക്കലും വലുതാതിരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇടതാ. താനൊക്കെ ചെകുത്താന്റെ കൂടെ അല്ലേ താൻ അവിടെ ആയിരിക്കുമല്ലോ, താനല്ലേ ചെലുത്താൻ. അല്ല നമ്മൾ അവിടെ മെയിൻ, അവിടെ മെയിൻ വേറെ ആളുണ്ട്. ആളുണ്ടോ അവിടെ? ഇയാൾ ചെകുത്താനിലെ യേശുവാന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഇവിടുത്തെ വേറൊരു തരം ടീമായത്. I love this guy. ഇവൻ എന്തുവാണ് ശക്തിയാണ്. അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അപ്പം എല്ലാം സെറ്റപ്പ് ആയിട്ടൊരു സ്ഥലം ഉള്ളപ്പം എന്തിന് ഇവിടെ നന്നാക്കണം, ഇവിടെ എന്തിന് നല്ലതായിട്ട് ഇടപെടണം? ഇവിടെ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ഹിന്ദു മതാചാര പ്രകാരം ഈ മോക്ഷം എന്ന് പറയുന്ന സാധനം കിട്ടുന്നതിന് മുമ്പ് പല ജന്മങ്ങളും ജനിച്ച് മരിച്ച് പട്ടിയും പുഴും പശുവും പഴുതാരയും ഒക്കെ ആയിട്ട് കൃമി, ചാണകത്തിലെ പുഴു, കാട്ടം നിന്ന കൂർക്കപ്പന്നി, കാട്ടല്ല തീട്ട, തീട്ടം തിന്നുന്ന കൂർക്കപ്പന്നിയെ കൊന്നിട്ട് പോർക്കും കൂർക്കയും കൂടി ഉണ്ടാക്കി. എടാ ഉന്നതകുല പുരുഷൻ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി കൊട തട്ടിപ്പറിക്കുന്ന സീൻ വന്നിട്ടുണ്ട്. കൊട ഒന്നും പുള്ളി വേറെ ആളെ കൊണ്ട് പിടിക്കാൻ സമ്മതിപ്പിച്ചില്ല. ഇത് തുറക്കും ഇപ്പൊ, ഇറങ്ങും. ഞാൻ കണ്ടോണേ, കൊട ചോദിക്കുമ്പോ കൊടുക്കത്തില്ല, ആദ്യം തന്നെ കൊടുക്കത്തില്ല. വേണ്ട, ആ ഒറ്റ അടി ഇപ്പൊ കണ്ടോണേ. ഒരു പ്രത്യേക ജീവിതം. അലിൻ ജോസ് എന്തല്ലേ ഇതിനെയൊക്കെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടിരുത്തിയ എന്താവാനാന്ന വിചാരിച്ചു. ഒരു കാര്യമില്ല അളിയാ, വെറുതെ ഒരു വേസ്റ്റാ. ഇത് മാത്രല്ല കേട്ടോ, ബാക്കി ഇതിനെയൊക്കെ നമ്മൾ കാണുന്നോണ്ടാടോ. ബാക്കി ഇപ്പൊ കണ്ടില്ലേ, സെക്രട്ടറിയുടെ മുന്നിൽ സമരം നടത്തിയവരെ കണ്ടില്ലേ? എല്ലാം കണക്കാ. വിവരമൊന്ന് പറഞ്ഞത്, ബോധമൊന്ന് പറഞ്ഞതില്ല, നാശങ്ങള് അതും അറിയത്തില്ല. എന്തിനാണ് ആ പ്രതിഷേധം? ട്രംപ് അവിടെ ഈ വെടലക്ക് ആ പ്രതിഷേധം അവിടെ കിട്ടാം. പ്രതിഷേധത്തിന്റെ പിന്നിൽ വേറെ സാധനം കൂടി ഉണ്ടാവാൻ ചിലപ്പോ, അതായത് പൊതുബോധം ഒന്ന് മാറ്റി വിടുക എന്നൊക്കെ ഉദ്ദേശത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിക്കും, ബോധം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവർ. അത് വേറെ വിഷയം അല്ല, അങ്ങനെ ചെയ്യൂന്ന് പറയണം. അതിനൊക്കെ എന്തിനാ അതൊരു ഡിസ്കഷൻ വെക്കുക, മീഡിയ വല്ലതും ഡിസ്കസ് ചെയ്യുക. അല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇടുന്ന പോലെ ഇട്ടാ അതിന് സമരമായിട്ട് പോകുന്നത് എന്തിനാ? അത് സെക്രട്ടറിയേറ്റ് മുന്നിൽ ആരോട് സമരം എന്ന് പറഞ്ഞ സമരം ചെയ്യാനോ? അതാ ഞാൻ പറഞ്ഞത്, സമരത്തിന്റെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് സമരം? എന്താണ് സമരം? അവനെന്നാ വൈറ്റ് ഹൗസിന് മുന്നിൽ പോയി സമരം ചെയ്യരുത്? കേരളത്തില് അതെ, നിർബന്ധമാണ്. ഫ്ലൈറ്റ് എടുത്ത് പോ. ട്രംപിനെതിരെ സമരം ചെയ്തു. ഒരു വിസിറ്റേഴ്സ് ഒക്കെ എടുത്തിട്ടേ നേരെ വൈറ്റ് ഹൗസിന് മുന്നിൽ പോയി CPM അങ്ങ് സമരം ചെയ്യും. CPI ആണോ? ഏത് മണ്ടന്മാരാണേലും അങ്ങനല്ലേ ചെയ്യണ്ടേ? അല്ലാതെ അമേരിക്കയിൽ എന്തെങ്കിലും നടക്കുമ്പോ ഇവിടെ തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? ട്രംപിനെതിരെയാണോ സമരം, സെക്രട്ടറിയെതിരെയാണോ സമരം എന്നുള്ള സംശയം വരും. എന്താ? അത് വളരെ ഭാഗ്യമായി. എടോ ഞാൻ ചുമ്മാ പറഞ്ഞാൽ MTVക്കെതിരെ സ്ട്രൈക്ക് എടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു ദിവസം അവധി കൊടുത്തിട്ടുണ്ട്. തനിക്കൊരു കാര്യം അറിയോ? പക്ഷെ അതിലും ഗംഭീര സാധനമുണ്ട്. ഇത് കൊള്ളാം. ഈ പക്ഷെ DYFI പണ്ട് എന്റെ ചെറുപ്പത്തിൽ ചെയ്തൊരു സമരം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തീരെ ചെറുതായിരിക്കും, എനിക്കൊരു 10-12 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോ തിയേറ്ററിൽ മറ്റേ ഇത് കൂട്ടി, ടിക്കറ്റിന്, സിനിമ തിയേറ്ററിൽ ടിക്കറ്റിന് റേറ്റ് കൂട്ടി നമ്മൾ DYFI സമരം ചെയ്ത് റേറ്റ് കുറപ്പിച്ചു. അങ്ങനെയുണ്ട്. ഇത് റിയൽ സാധനം. എനിക്ക് അറിയാം, നേരിട്ട് അറിയാവുന്ന കാര്യം. താനും പോയാന്നോ? ഇല്ല, ഞാൻ 12 വയസ്സിൽ എനിക്ക് സമരം ചെയ്യാറായിട്ടില്ലേ. ഇല്ലേ, അങ്ങനൊന്നും ബന്ധപ്പെട്ട 1-2 പേര് ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഞാൻ പക്ഷെ MTVക്കെതിരെ സമരത്തിന് പോയിട്ടുണ്ട്. MTVക്കെതിരെ സമരം ചെയ്താ ഞങ്ങൾ തന്നെ പറയുകയും ചെയ്തോളൂ, ഇത് ഇമാരെല്ലാം കൂടെ ബാൻ ചെയ്യുമെന്ന് പേടിച്ചു പോയി. MTV ഒക്കെ നമുക്ക് കാണുന്നതല്ല. പിന്നെ വെറുതെ സ്ട്രൈക്ക് എടുത്തൊരു സൗദി കിട്ടുമല്ലോ വിചാരിച്ചിട്ട് കൂടെ പോകുന്ന. പക്ഷെ SFIയുടെ ഒരു അവസ്ഥ ഓർത്ത് നമ്മളിതൊക്കെ കാണുന്നത്. കോളേജ് ചെല്ലുമ്പോ അത് ഭയങ്കര ഇത് കണ്ടോ, ഇങ്ങേരെ കണ്ടോ? എല്ലാവർക്കും പറയാം താളിഉപാസകനാണെന്ന് സൂക്ഷിക്കണം. ചിലർക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യം രൗദ്രമൂർത്തിയാണത്രേ. ആണോ? എന്താ മുണ്ടമാല, പിന്നെ
എന്താ ഇയാള് ശരിക്കും ഇങ്ങനെ ഒരു മനുഷ്യനെ എന്തോ ഇയാള് കണ്ടോ തനിനിറം പുറത്തു വരുന്നേ കാണുന്നേ. എന്തിനാണാവോ റിട്ടയർമെന്റ് ആവാറായി അല്ലേ? ചോര കപാലം ഇതൊക്കെ പഠിച്ചിട്ടാ ഇങ്ങനെ നടക്കും. ഈ വിശ്വാസമൊക്കെ വെച്ചോണ്ട് ആൾക്കാരെ കാണുന്നവര്. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു മതവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വേറൊരു മതവിശ്വാസിയോട് ഒരു വിരോധം എങ്ങനെയും ഉണ്ടാവും. വിരോധം ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും കാണും. ഇത്രയും പഠിച്ചിട്ട് നിൽക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് ആരാ ഈ കാണിക്കുന്നേ? മതം വർക്ക് ചെയ്യുന്ന അങ്ങനെയാ. ആ ഇയാൾ ചിലപ്പോ ഈ മതപരമായ ഏതെങ്കിലും ചാനലിൽ കൂടെ ആയിരിക്കും ചിലപ്പോ ഇതിനകത്ത് കയറിയത്. ഇയാൾക്കൊന്നും മതമായിരിക്കില്ല, ഇയാൾക്കൊക്കെ ജാതി ആയിരിക്കും പ്രധാനം. ശരി, ഇയാൾ പറഞ്ഞ നായറാണ് എന്താ തറവാട് എന്ന് പറയുന്നതിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്ത് മനസ്സിലാണ്. തറവാട് മറ്റേ സ്പാ, ഇല്ലം സ്പാ. തറവാടൊന്നുമല്ല, സ്പാ. അതിൽ കൂടുതലൊന്നും വേണ്ട, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. സ്പാ ഹാപ്പി എൻഡിങ്. ബ്രാഹ്മണനാട്ടോ. സീരിയൽ കില്ലറായ ഒരു ദൈവത്തെ മനുഷ്യന്റെ തലയും കൈയും കാലും ഒക്കെ കളക്ട് ചെയ്യുന്ന ഹോബിയിലുള്ള സൈക്കോപാത്ത് ദേവിയെ ഇതിലും മനോഹരമായി ആര് വ്യാഖ്യാനിക്കും? ഇയാളൊക്കെയാണ് നാടിന്റെ ക്രമസമാധാനം നോക്കുന്നത്. ക്രമസമാധാനം പോട്ടെ, ഒരു പോലീസ് എന്ന് പറയുന്നൊരു സ്ഥാപനം എങ്ങനെയല്ല ഇങ്ങനെ ആയത്? ശബരിമല പോയി പാട്ടൊക്കെ പാടിയിട്ട് ഇയാളിരുന്ന് എന്തൊരു ഗതികേടാണോ? അവർക്കൊന്നും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ വന്നിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയ പൊസിഷനിൽ എത്തുന്നത്? എനിക്ക് അതെന്താ അത് പോട്ടെ, നേരത്തെ അറിയത്തില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ഇതുപോലത്തെ ഒരു സ്ഥല പൊസിഷനിൽ ഇരിക്കുമ്പോൾ കുറെ മനുഷ്യരെ കാണാൻ പറ്റും, ഒത്തിരി പേരോട് ഇടപെടും, എല്ലാ ജാതി മത ഇടപാടിലും പോവും. ഇവിടുത്തെ ക്രൈംസും എല്ലാം കണ്ടു. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ശബരിമലയിലൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെ കണ്ടോ? ഇവര് മറ്റേ ബെൽറ്റ് കൂരി മറ്റൊരു ഇതൊക്കെ കിട്ടും. അയ്യോ ശരി, ഇതൊക്കെ കെട്ടിട്ട് താടിയൊക്കെ വെച്ചൊക്കെ നിൽക്കും. എന്താണാവോ എനിക്കറിയില്ല. പോലീസ് അവരവരുടെ യൂണിഫോമിലാണ് കേട്ടത്, അല്ലാതെ പിന്നെ ഒരു ശബരിമലയ്ക്ക് പ്രത്യേക യൂണിഫോം ഉണ്ടോ? ഇവരതൊക്കെ ഊരിയൊക്കെ മാറ്റും. അപ്പൊ ഇവര് പിന്നെ ആരായിട്ട് ജോലി ചെയ്യുന്നു? പക്ഷെ ആർമി അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഏത് കേരള പോലീസൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ, അല്ലാതെ ആർമി അങ്ങനെ ഒന്നും ചെയ്യണ്ട. ആർമി തോക്കായിട്ട് ബൂട്ടിട്ട് അങ്ങനെ കയറിപ്പോ. മനസ്സിലായി? അത് ചെയ്യാൻ പാടില്ലല്ലോ. അവർക്ക് ആ സീനൊന്നുമില്ല. അവര് കുറച്ചുകൂടി ബെറ്ററാ. ഇതെന്താണ് ശബരിമല സന്നിധാനം കോപ്പ്? അല്ല, അത് അതുപോലത്തെ ഒരു പരിപാടിയല്ലേ. അതിന് ഇങ്ങനെയുള്ള ആളുകൾ അവിടെ പോയി കിടന്ന് ഇതിനെ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സിനിമ നടന്മാർ ഓക്കെ ആടും. അതിനുള്ള ബുദ്ധിയും ബോധവും വിടുകയൊക്കെ അവർക്കുള്ളൂ. വിവരവും ഇല്ല, വിദ്യാഭ്യാസ കുറവും കാണും അല്ലേ? പക്ഷെ ഇയാളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണോ? നേരത്തെ ഒരു അൽഫോൺസ് കണ്ണന്താണ്ടിനൊക്കെ നമ്മൾ കണ്ടു, മറക്കരുത്. ഇനി ഇതൊക്കെ റിട്ടയർ ആയി കഴിയുമ്പോൾ ഇയാളൊക്കെ ഇതിൽ കൂടുതൽ പൊട്ടത്തരം കാണിക്കും. ഇത് ബെറ്ററാ. അതാരാ? അയ്യോ അലക്സാണ്ടറോ? അയ്യോ, പ്രേതങ്ങളൊക്കെ വിളിച്ചു വരുത്തിട്ട് മറ്റേ കേസ് അന്വേഷണം പറഞ്ഞ ഹാലുസിനേഷനിലൊക്കെ കിടന്ന്. എടോ, അത് ശരിക്കും അത് സൈക്യാട്രിക് കണ്ടീഷൻസ് ആയി പറയുന്ന ഇവരൊക്കെ. ഇതൊരു അന്ധവിശ്വാസി പറയുവാണ്. ഇയാളൊക്കെ അന്ധവിശ്വാസികളല്ലേ ശരിക്കും? പിന്നില്ല, അതല്ലേ ഇങ്ങനത്തെ അത് തന്നെ സെയിം സാധനം. ഇത്രയും പൊട്ടത്തരമൊക്കെ ഈ മണ്ടൻ കഥ അത് വായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അല്ല, എനിക്ക് ഇവരെ ഒന്നും അറിയത്തില്ല ഉള്ളായിരുന്നു. ഈ തീയുടെ കഥയൊന്നും എനിക്ക് അറിയത്തില്ല ഉള്ളായിരുന്നു. ഞാൻ ശ്രദ്ധിക്കത്തില്ല, പണ്ട് തൊട്ടേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് അതിന്റെ പടം പോലും വരച്ചേക്കുന്ന ഇഷ്ടപ്പെട്ടില്ല. കണ്ട് ഇതേപോലത്തെ പടമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കണ്ട് ഇതുപോലത്തെ ഇത് ഇഷ്ടമല്ല. കണ്ട് ഇമാരുടെ ഒരു വര തന്നെ ശരിയല്ല. ഇവിടെയൊക്കെ നല്ല രസമാണ് വര കാണാൻ. അതിനൊരു ക്ലാസ് ഉണ്ട്, ഒരു ആർട്ടുണ്ട്. ഇതെന്തോ ചുമ്മാ കുറെ വയലൻസ് ആണോ ഈ ഭദ്രകാളിയൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഇമാരെന്നിട്ട് മാർക്കോ കൊള്ളത്തില്ലെന്നൊക്കെ പറയും. മാർക്കോയിൽ വയലൻസ് ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ വയലൻസ് ആണ്. പിള്ളേർ തല്ലിക്കൊന്നും അങ്ങനെ ആക്കിയത്. ഇയാൾ ഈ പറയുന്ന കഥ എന്തോ പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ സാധനം എന്തോ ഭദ്രകാളി കാല വെട്ടിയും കഴുത്തെ തൂക്കിയിട്ടും ഒക്കെ നിൽക്കുന്ന സാധനത്തിനൊക്കെ ഈ പറയുന്നിരുന്നുണ്ട്. അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അയാളുടെ ഒക്കെ ഒരു ഗതികേട് നോക്കിക്കൊണ്ട് ഇത് അറിവില്ലായ്മയല്ല, ഇത് തെറ്റായ അറിവുകൾ വിശ്വസിച്ചതിന്റെ പ്രശ്നം അല്ലേ? അൺലേൺ ചെയ്യണം ശരിക്കും. വിശ്വസിക്കുന്ന ആൾ തന്നെ അയാളത് പറയുമ്പോ വേറൊരു കാര്യം പുള്ളി അത് ഉള്ളതാന്ന് തന്നെ മനസ്സിലാക്കിയിട്ടാ പറയാം. അതെ അതെ. അപ്പൊ ആ വിശ്വാസത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇയാളുടെ ജീവിതത്തിൽ നടന്ന ഇയാൾക്ക് ഗുണകരമായിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നടന്നതെന്നായിരിക്കും അയാൾ വിശ്വസിക്കുന്നത്. അത് തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പറയുന്നതിൽ തെറ്റ് പറയാനും അത് സംഭവിക്കും. അയാൾ അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടുണ്ടാവും.
മനസ്സിലാവുണ്ടോ? ഇപ്പൊ യേശു തമ്മാന്നൊക്കെ പറയില്ലേ, കൃപാസനം പൈൽസ് പോയ ആൾക്കാരെ പോലെ സെയിം അവസ്ഥ. മകള് ഗർഭിണിയായി. അതെ, ഇപ്പൊ കൃപാസനം പത്രം വെച്ച് ഒരച്ചാണോ കയറ്റി വെച്ചാണോ കയറ്റി കൊടുത്ത് കാണും. അപ്പഴത്തേക്കിന് കൊച്ചു വന്ന് ചാടി പിറ്റേ ദിവസം രാവിലെ. പക്ഷെ മാതാവായിട്ട് ബന്ധപ്പെട്ടല്ലോ. എന്താണേലും കൃപാസനം മാതാവിന് അങ്ങനൊന്നും ഇല്ല. മാതാവ് തന്നെ അറിയാമല്ലോ എങ്ങനെയാന്ന്. പിന്നെ മാതാവിന് എന്താ കാണിച്ചാൽ ഇതുപോലെയൊക്കെ മാതാവിനെ കൊണ്ട് പറ്റൂടുന്നു. അയ്യോ, അപ്പൊ ഈ ഇത്തരം മണ്ടത്തരങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്നിടത്തൊരു ചെറിയ പ്രശ്നം ഇല്ലേ ശരിക്കും? ഈ ടെക്നോളജി ഇത്രയും ഡെവലപ്പായി, ഇത്രയും മനുഷ്യരെ കണ്ടു, ഇതുപോലൊരു പൊസിഷനിൽ ജോലി ചെയ്തു. ഇതാ പറയുന്നത് ആറാട്ടണ്ണനെ പോലെ തന്നെ പഠിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, മണ്ടത്തരമായിട്ട് തന്നെ ഇരിക്കും അല്ലേ? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തില് ഇമാതിരി കമന്റ് വന്നാൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. അതും ശരിയാ. കണ്ടില്ലേ നിന്ന് പാട്ട് പാടുന്നത് ഭദ്രകാളിയാന്ന്. എന്ത് ഈ ഭദ്രകാളി? ഏതെങ്കിലും രാജ്യത്തിടെ ഇതുപോലത്തെ കോമിക് കഥാപാത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പോലീസുകാരോ മന്ത്രിമാരോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ട്രംപ് ഒക്കെ വന്നിട്ട് സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടോ, ഈ ഭദ്രകാളിയൊക്കെ ഈ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ജീവിക്കുന്നവർ ഈ ഭദ്രകാളിയൊക്കെ ഇല്ലാതെ എന്ത് ചെയ്യുമായിരിക്കും? അതും ശരിയാണല്ലോ. അവിടുത്തെ പോലീസുകാർക്ക് ഇങ്ങനെ എന്ത് ചെയ്യുമല്ലോ? അവിടുത്തെ പോലീസുകാർക്ക് മനുഷ്യരെങ്ങനെ സർവൈവ് ചെയ്യുന്നു? അത് ശരിയാ. ചൈനയിലൊക്കെ ഉണ്ട് ഇതിലും കൂടിയ സാധനം. ഭദ്രകാളിയില്ല, ശിവനില്ല, പാർവതിയില്ല, നരസിംഹം ഇല്ല, ഒരു മോഹൻലാലും ഇല്ല. സ്കാൻഡിനേവിയൻ കൺട്രിയിലെ ഇടിമിന്നലിന്റെ ദേവനാണ് നമ്മുടെ തോർ. അവരതിനെ കഥാപാത്രമായിട്ടാണ് കാണുന്നത്, ദൈവമൊന്നും ആക്കിയിട്ടില്ല. പോട്ടെ, യേശുവിനെ പോലും റിജക്ട് ചെയ്തടാ. യേശുവൊക്കെ ഏറ്റവും കിടിലൻ സാധനമാണ്. ലോകം ഏറ്റവും കൂടുതൽ മനുഷ്യർ സ്വാധീനിച്ച ആ ഐഡിയോളജിയിലുള്ള സാധനം വരെ റിജക്ട് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവന്ന ആൾക്കാർ, അതുണ്ടാക്കിയവര്. പക്ഷെ ഇപ്പോഴും ഇവിടെ കിടന്നുകൊണ്ട് നേരെക്കൊണ്ടിരിക്കുക കുറെ എണ്ണം. അതിലും പഴഞ്ചനാണ് ഈ ശ്രീരാമനും കൃഷ്ണനും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊട്ട കഥയാ. ഇപ്പത്തെ പിള്ളേരോട് ഈ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഗെയിം ഉണ്ടാക്കാൻ പോലും കൊണ്ടത്തിലൂടെ ഇപ്പൊ ഒരു ഗെയിം പോലും ഉള്ള സ്കോപ്പില്ല. എന്ത് ഗെയിമാ? ശ്രീരാമൻ സീതയെ കൊണ്ടിരുന്ന ഗെയിമോ? ആര് കളിക്കും അത്? മറ്റാൾ വരെ നിർത്തി, മറ്റേ തമിഴിലെ മണിരത്നം വരെ വിട്ടു. അല്ലടോ, ആ ഗെയിം ഇറക്കിയാൽ ഇന്ത്യയിലുള്ള ഈ അന്ധവിശ്വാസികള് അല്ലെ ഇത്തിരി പൊട്ടന്മാരല്ലേ കളിക്കത്തുള്ളൂ ആ ഗെയിമൊക്കെ. അല്ല ആര് കളിക്കാനാ? ട്രഷർ ഉണ്ടെന്ന് പറഞ്ഞ പോലൊക്കെ പോവാം. എന്നാലും ചിലപ്പോ വല്ല വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച എന്നാലും രക്ഷയില്ലടോ. ഒരു അത്രേ ഉള്ളത്, ആ സ്റ്റോറി അത്രേ ഉള്ളൂ. പൊട്ടത്തരങ്ങൾ കുറെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് ഈ വന്ന കാലത്ത്. യുദ്ധം, കേസാ, വാളും പരിചയം, സുദർശന ചക്രം ഇടുന്നു, തലമ്പോൾ 10 എയ്യുമ്പോൾ 1000 മറ്റേ ചേട്ടല്ലേ എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ്. ഇവിടുന്ന് പണ്ട് ഈ ദൂരദർശനില് രാവിലെ പള്ളി പോകുന്നതിന് മുമ്പ് ഈ സാധനം കാണും ചെറുപ്പത്തില്. ഇത് കാണാതിരിക്കുമ്പോഴൊക്കെ വിഷമം എന്താന്ന് അറിയാമോ ശാരണ? ഞാൻ പക്ഷെ അത് കണ്ടിട്ടില്ല. എനിക്ക് മറ്റേ ക്രൂസിങ്ങിനെയാണ് ഇഷ്ടം. ക്രൂസിങ് നല്ലായിരുന്നു. അത് കൊള്ളാം. ഈ അല്ല ഇതുപോലത്തെ വെട്ടിക്കഥകളും പറഞ്ഞേ ഒരു ഓഫീസർ ഇങ്ങനെ കാണപ്പെടുന്നതും അല്ലേ വേണ്ട. ഒന്നും പറയണ്ട, തെറ്റിപ്പോയി. അയാൾ വലിയ കുഴപ്പക്കാരനൊന്നല്ല, സയന്റിസ്റ്റ് മറ്റേ തേങ്ങ പൊട്ടിച്ച പാർട്ടികളാണ്. ഇതൊന്നുമല്ല, ഒരു കുഴപ്പമില്ല, ആടിക്കോ പാടിക്കോ, കുട്ടി രാവിലെ വരെ പാടിക്കോ. ആ സീനാ. സയന്റിസ്റ്റിന് ഇയാൾക്ക് ചെയ്യാം അല്ലേ? ശരിയല്ലേ? തേങ്ങ ഉടയ്ക്കാം, ശൂലം കുത്താം, ഗരുഡം തൂങ്ങാം, എന്ത് വേണം ചെയ്യാം, തോർത്തെടുത്തോണ്ട് നടക്കാം, ഭക്തിഗാനം പാടാം. ഭക്തിഗാനമേ കേട്ടാച്ചാ മതി. അതല്ലടാ, ഇത് ഇവരുടെ പാട്ട് വേറെയാ. അത് വേറെ അല്ലേ? ഇത് ഞമ്മടെ ഞങ്ങളുടെ സാധനമാണേ. അവിടുത്തെ രാജ്യം വരേണമേ അങ്ങയെ തിരുഹിതം ഭൂമിയിൽ ഇന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യദൈവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം. എനിക്ക് ഭഗവത്ഗീത കേൾക്കണം, അതൊന്ന് പഠിക്കാൻ നോക്കി, ഒന്നും മനസ്സിലായില്ല. ഒരു ദിവസം ഭക്തി ആപ്പിന്റെ പരസ്യം കണ്ടു. ഭക്തി ആപ്പ് ഡൗൺലോഡ് ചെയ്തു. വീഡിയോ കുറച്ചേരം കാണും, ഒരു ആശ്വാസം കിട്ടും. നമുക്ക് ഇത്രയും മോശമല്ലല്ലോ അവസ്ഥ.
ഇത് ഓൾറെഡി മല്ലു അനലിസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. മല്ലു അനലിസ്റ്റ് ഓൾറെഡി മെൻഷൻ ദിസ് എന്ന്. എന്ത് ഞാനാ പറഞ്ഞ കാര്യം. അതെന്തായിരുന്നു? അതായത് നമ്മുടെ ഇയാളുടെ പെരേരയുടെ വീഡിയോയും ആറാട്ടന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു ആശ്വാസം. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. ആർക്കറിയാം. അത് ശരിയല്ലല്ലോ. വീഡിയോയും പെരേരയുടെ വീഡിയോ ഒക്കെ ഉള്ള ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇടയ്ക്ക് ക്യാൻസർ സെന്ററിൽ പോയി വിസിറ്റ് ചെയ്യൂ, വൃദ്ധസദനങ്ങൾ വിസിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയത്തില്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് ആറാട്ടന്റെ വീഡിയോയും പെരേരയുടെ വീഡിയോ ഒക്കെ കുറച്ചു നേരം കാണും, ഒരു ആശ്വാസം കിട്ടും. നമുക്ക് ഇത്രയും മോശമല്ലല്ലോ അവസ്ഥ എന്ന് തോന്നാൻ വേണ്ടി ചില ആൾക്കാർ ഇത് കാണുന്നുണ്ട്. കൂടുതൽ പേരുടെയും മാനസികാവസ്ഥ അതാണ്. ഇതിന്റെ പുറകിലെ സൈക്കോളജി അതാണ്, അതെനിക്ക് ഉറപ്പാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രീമാനാ പറഞ്ഞു. ആലോചിച്ചില്ലേ? അപ്പൊ കിട്ടി. പുള്ളി പറഞ്ഞതൊന്ന് പറഞ്ഞേക്കണമെന്ന്. നമ്മള് പോഡ്കാസ്റ്റ് ചിലപ്പോൾ പറഞ്ഞതന്നെ, പക്ഷെ അയാൾ ഇതൊരു പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇന്നലെ പറഞ്ഞാവും. അത് മല്ലു അനലിസ്റ്റ് എന്ന് പറഞ്ഞ ആളില്ലേ, അയാൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് ആരോ പറയാൻ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, അറിയില്ല. അത്രേ ഉള്ളൂ. മല്ലു അനലിസ്റ്റിനെ കാണുന്ന ആൾക്കാരല്ല ഇവര് ചിരിക്കത്തില്ല. 553 എന്ന് പറഞ്ഞാൽ പിടിച്ച് തല്ലി വീട്ടിൽ 2 പ്രാവശ്യം പിടിച്ചോണ്ട് അടിച്ച് കർണക്കുറ്റി പോയി നീര് വെച്ചിരിക്കുവോ. കോകിലെ ചെരുപ്പൂരി അടിച്ചു. അതൊരു കുഴപ്പമില്ല. ആ തിയേറ്ററുടമ അതിൽ പോയപ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവന്റെ ഒക്കെ വീഡിയോ വട്ടെന്നോ ഏതാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു. അതിപ്പോ ഇവിടെ ആണക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന ആളുകളെ തലയ്ക്കുള്ളില്ലാത്തവരെ കുളിച്ചിരിക്കും. ചിലപ്പോ എന്തോടെ ഈ വട്ടുപിടിച്ചതിന്റെ ആണോ ഇതെടുക്കുന്നത് ചിലപ്പോൾ ചോദിച്ചിരിക്കും. അതിനകത്ത് ഇത്ര ഭയങ്കരമായ റിയാക്ഷനും അവനെ തരുന്ന മൈര്യാന്നൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന് മറ്റേ ലുലുമോൾ ഉണ്ടായ സംഭവത്തിലും കളിയാക്കുന്നോടാന്നുള്ള സാധനമാണ്, നോക്കി കളിയാക്കി എന്നാ പറയുന്നത്. അപ്പോ ഈ സ്വഭാവം മനസ്സിലായോ ഇയാളുടെ? പിന്നെ തരം കിട്ടുന്ന സ്ഥലങ്ങൾ ചില പെണ്ണുങ്ങളൊന്നും പ്രപ്പോസ് ചെയ്യത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ. ഇയാൾ ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എല്ലാം അവര് കാണുമ്പോ എന്തെങ്കിലും വിളിച്ച് പറയാം, എന്തെങ്കിലും മണ്ടത്തിനൊക്കെ പറയായിരിക്കും. കുറെ കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും പറയാൻ കൊടുക്കാൻ പോവാ അണ്ണനിട്ട്. അണ്ണനെ കുറച്ചാളങ്ങ് വിലസുവാ. അയാളെന്തോ ദുരിതത്തിലൂടെ ജീവിക്കുന്നു, കഷ്ടപ്പാടെല്ലാവരും ഉപദ്രവിക്കാൻ വരുന്ന ആള് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സെന്റിമെന്റ്സ് കിട്ടിയോടുകൂടി പുള്ളി കുറച്ചങ്ങ് വിലസുവാ കിടന്ന്. പറയുന്നൊക്കെ അങ്ങ് ആരും ഒന്നും പറയുന്നില്ല അല്ലേ? ആരും ഒന്നും പറയുന്നില്ലെന്ന് പുള്ളിയെ. അതെന്നാ പരിപാടിയാ? ഇനി കാണിച്ചു തരാം പറയിക്കുന്ന എന്തോ. നീ പറ. കള്ളം പറഞ്ഞോണ്ട് വരുമ്പോഴേ കുഴപ്പം. നീ പൊളിച്ച് കൈ തരാം എന്തിനും കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ഉടായ്പും കൊണ്ട് ഇറങ്ങരുത്. മാല തല്ലി കോകില തല്ലി അവൻ അതൊന്നും ഒരു കുഴപ്പമില്ല. തിയേറ്ററിന്റെ ഓണർ ഒന്ന് ഏതോ ആ വട്ടന്റെ റിവ്യൂ ആണ് എടുക്കുന്നത് ചോദിച്ചപ്പോഴത്തേനും ചില നിനക്ക് നന്ദി ഉണ്ടോടാന്നൊക്കെ ചോദിച്ചോണ്ട് ഇവനെ അവിടെ വായും പൊളിച്ചാ നിന്ന് ബാലയുടെ അടുത്ത് പോയി ഇങ്ങനെ പേടിച്ച്. ബാല ഇവനെ പ്രാന്തനാക്കി. അതിന് കുഴപ്പമില്ല. പ്രാന്തിന്റെ ഗുളിയെടുത്ത് കാണിപ്പിച്ചു. അപ്പോഴും ആറാട്ടന് കുഴപ്പമില്ല. അയാൾ അത് ഈ വട്ടന്റെ വീഡിയോ ആണ് എടുക്കുന്നതെന്നൊരു രീതി ചോദിച്ചു അങ്ങ് പോയി. കളിയാക്കി തന്നെ ആയിരിക്കും. ഒരു അല്ലെ കളിയാക്കലിന്റെ അത്രയും ഡെപ്തുള്ള സാധനമൊന്നുമല്ല. ഒരു ചുമ്മാ ഒരു ഒട്ട് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് പോയ സാധനത്തിന് പുള്ളി കിടന്നുകൊണ്ട് കാണിച്ചായി കാണുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെയൊന്നും പറയാത്ത ഒരാളുമല്ല. പെരേരയ്ക്ക് ഐക്യമില്ല, അവന് ബുദ്ധിയില്ല, മറ്റവന് സുഖമില്ല, എല്ലാ അവരാധവും പറയും. പെരേര മാസ്റ്റർബേറ്റ് ചെയ്തു, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വാണം അടിച്ചെന്ന് അയാണ്ട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ് പറയുന്നത് അവനെ വട്ടെന്ന് പറഞ്ഞപ്പോ ഇവന് കൊണ്ടെന്ന്. അതുപോലത്തെ ഡബിൾ സ്റ്റാൻഡേർഡ് ഞാൻ എങ്ങനെ കണ്ടിട്ടില്ല. പറയുമ്പോ ഹണിറോസിന്റെ കുണ്ടി നല്ല കുണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ പാർട്ടിയാണ് ഇപ്പൊ പറയുന്നത്. ഓ വട്ടന്റെ റിവ്യൂ എടുക്കും. ഞാൻ ഭ്രാന്തനായല്ലേ, എന്നിലൂടെ അല്ലേ ഇത് ഫേമസ് ആയെന്നൊക്കെ. മുഴുവട്ട് ഹണിറോസിന്റെ കേസ് അണ്ണൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട് കേട്ടോ. എന്താ അല്ല ഞാൻ അതില് അങ്ങനെ അണ്ണൻ പറഞ്ഞു വീഡിയോ നല്ല രസം കാണാൻ. ഇങ്ങനെ കിടക്കുക കവന്ന്. എന്നിട്ട് ഓർത്ത് നോക്കിയോടാ ഈ തെണ്ടി. എന്നിട്ട് ഹണിറോസിനെ ചെന്ന് കൈ കൊടുത്തപ്പോ അവർ എഴുന്നേറ്റ് നിന്ന് കൈ കൊടുത്ത്. അവരിതൊന്നും കണ്ടിട്ടില്ല ഒന്നത്. ഇനി അഥവാ കണ്ടാലും ചിലപ്പോൾ സഹതാപം കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. ഈ മണ്ടനല്ലേ വരുന്നേ, ബുദ്ധിയില്ലല്ലോ വെളിവില്ലല്ലോ വട്ടാന്നൊക്കെ വിചാരിച്ചിട്ട് പാവം ഹണിറോസ് കൃത്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് കൈ കൊടുത്തു. ഇവന് നാണമുണ്ടോ? ഇച്ചിരി ഉളുപ്പുണ്ടോ അങ്ങനെ പറയാൻ? രാത്രി ഇരുന്ന് ഇവൻ ഈ പറഞ്ഞ പോലെ അവരെ മനസ്സിൽ ധ്യാനിച്ച് വാട്ടിട്ട് അതേ കൈ പിറ്റേ ദിവസം കൊണ്ട് അല്ലെ ഇനി കൈ കൊടുത്തിട്ട് കൊണ്ട് പിടിക്കുവാണോ അതോ ഇവിടെ നിന്ന് എടുത്ത് അവിടെ കൊടുക്കുവാണോ എന്ന് അറിയത്തില്ല. ഇതുപോലത്തെ ഒരു മൈരൻ, എന്ത് തരം മൈരനാണോ ഇത്? അതാ സത്യമാ അല്ലേ? അങ്ങനെ പറയൂ. അവരെന്ത് ഡീസന്റ് ആയിട്ടാ ഇവനെ അന്ന് ട്രീറ്റ് ചെയ്തത്. നന്ദുവിന്റെ കേസ്
ശരിയാ, പുച്ഛിച്ചു. പാവപ്പെട്ടവനടുത്ത് പോയി പുച്ഛിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ശരിയാണ്. അവനെ തല്ലേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ഇവൻ അത് ചെയ്യുന്ന എന്തോ കിടന്നോണ്ട്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നന്ദു ഇയാളെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷെ വേറെന്തോ ഒരു സംഭവം, നന്ദുവിന്റെ എക്സ്പ്രഷൻ മാത്രമല്ല, ഇങ്ങനെ തട്ടാൻ പാടില്ല, തൊടാൻ പാടില്ലാത്ത ആളാണ് നന്ദു എന്നൊക്കെ പറയുന്നിടത്തേ ഉള്ളൂ. നന്ദു ആരാ? അത് സാബുമോനാ. അത് വേറെ വിഷയം. നന്ദു പറഞ്ഞ അതിനുള്ള മറുപടി പറയാം. അതെ 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 അതെ. ശാന്തിവിള ദിനേശം ഉണ്ടാകുന്ന നടി, അത് പിന്നെ രണ്ടുപേരും ഒരേ ലെവൽ ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. ശാന്തിവിള അടിക്കുമെന്ന് പറയും. ശാന്തിവിളക്ക് ഒരു ശാന്തത ഇല്ലല്ലോ, പേര് മാത്രമേ. ശാന്തിവിള ദിനേശ് ഏതോ ശാന്തി. വിള എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് അല്ലെങ്കിൽ പറമ്പ് എന്നുള്ള മീനിങ് കണ്ടാ തോന്നുന്നു. വിള നിലം. വിള എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് അല്ല, നിലമാണ് ഗ്രൗണ്ട്. വിള എന്ന് പറയുന്നത് അതിനകത്ത് വിളഞ്ഞത്, വിളയുക എന്ന് കേട്ടില്ലേ? ശാന്തി വിളഞ്ഞതാണ് ദിനേശൻ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ശാന്തി വിളഞ്ഞപ്പോൾ ദിനേശ് ആയതായിരിക്കും അത്. അപ്പൊ അത് സ്ത്രീയാണോ പുരുഷനാണോ? ശാന്തി സ്ത്രീയാണല്ലോ. ഓക്കേ, മനസ്സിലായി. അപ്പൊ ദിനേശനാണ്. ശാന്തി എന്ന ഒരു സ്ത്രീ വിളഞ്ഞ് ദിനേശനായി, അതായിരിക്കും. അത് കൊള്ളാം, നല്ല പേര് ദിനേശൻ. നല്ല പേരാടാ ദിനേശ. നിന്റെ തളത്തിൽ ദിനേശൻ. ദിനേശൻ ശാന്തി വിളയിച്ചതാണ്. ശാന്തി അണ്ണനെ കണ്ട തല്ലൂന്നൊക്കെ പറഞ്ഞു. അതെന്തേലും പറയട്ടെ, അവൻ തല്ലത്തത് ചുമ്മാ അറിയുന്നതാണോ? അവനും തല്ലത്തൊന്നുമില്ല. കിളവനെ അവനെ അടിച്ചു കഴിഞ്ഞാൽ 6 പിടിച്ചിങ്ങനെ വല്ല കുലുക്കോലും ചെയ്ത് അയക്ക് എന്തെങ്കിലും പറ്റും. മാത്രമല്ല 6 മുക്കി കൈയിട്ടിട്ട് മുഖത്ത് പിടിക്കും. അതുപോലെ അണ്ണൻ കെട്ടിപ്പിടിച്ചൊരു മണപ്പേര് അയാൾ ശ്വാസം എടുക്കുമ്പോഴാണ് ബോധം കിട്ടും താഴെ വീഴും. ഇവന്റെ എന്നെ നാറ്റുവാ. കുളിക്കാത്ത അണ്ണൻ 3 ദിവസമായിട്ട് കുളിക്കാൻ നടക്കുന്ന അണ്ണനെയൊക്കെ കെട്ടിപ്പിടി. അണ്ണൻ കയറി പിടിച്ചാൽ മതി, ശ്വാസം പിടിച്ചാവും ആൾക്കാർ. അയ്യോ എന്തൊരു നാറ്റോ, കുളിക്കത്തുമില്ല, പല്ലും തേക്കത്തില്ല, ഇറങ്ങിയേക്കുവാ. അയാളുടെ കളി. ശാന്തിവിള തല ഇറങ്ങി വീഴും. അയ്യോ, അശാന്തിവിളയായി പെട്ടെന്ന്. ശാന്തിവിള ദിനേശ് അയാൾ ഭയങ്കര വർത്താന സിനിമയെ പറ്റിയൊക്കെയാ പറയുന്നത്. അയാൾ അങ്ങനെ പറയത്തുള്ളൂ. അയാളിടും ആ സൈസാടോ. അയാൾ അങ്ങനത്തെ ഏതോ ചേച്ചിമാരുടെ ഇടയിൽ ജനിച്ചു വളർന്ന ആൾ. അയാളുടെ ചൈൽഡ്ഹുഡ് എടുത്ത് നോക്കിയോ, അയാൾ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ നിൽക്കുവാന്നിങ്ങനെ. ചേച്ചിമാരുടെ ഇടയിൽ ഇച്ചൈമാരില്ലേ, അവരിങ്ങനെ മറ്റേ അപ്പുറത്തെ വീട് ഇപ്പുറത്തെ വീട്, അവിടെ ഇങ്ങനെ ഇവർക്ക് പഴയ വീടുകളിലൊക്കെ ഇങ്ങനെ ഇതുണ്ട്, വരാന്തയുണ്ട്. അവിടെ എല്ലാവരും കൂടിയിരിക്കും. അതിനിടയിൽ ചില ആൾക്കാരുണ്ടാവും ഇങ്ങനത്തെ, നമ്മളെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല, അങ്ങനത്തെ ആമ്പിള്ളേരുണ്ടോ. അതുങ്ങൾ പോയി ഈ പെണ്ണുങ്ങളുടെ പോയി ഇരിക്കും. നമ്മളവിടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഈ നായിന്റെ മോൻ അവിടെ ഇരുന്നോണ്ട് ഈ പെണ്ണുങ്ങളെ കൊച്ചു 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 കേട്ടോണ്ടിരിക്കുവായിരിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ? ആ സാധനമായിരിക്കും ചിലപ്പോ ഇത്. അത് ആ സ്വഭാവം വരും. ലിൻഡോ യെസ്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അതുങ്ങൾ എപ്പോഴും പെണ്ണുങ്ങളുടെ കിടയിൽ കയറി ഇങ്ങനെ നടക്കും. ചേച്ചിമാരുടെ വർത്തമാനം വന്നിരിക്കും. അവരുടെ ഒരു പെറ്റാ. കടയെ വിടും. ശരിയാ, നമ്മൾ പോയാൽ താമസിക്കും വരാൻ. ഇയാള് കൃത്യമായിട്ട് പോയിട്ട് ഓടിക്കൊണ്ട് കൊടുക്കും. കടയിൽ പോവും, എല്ലാ വീട്ടിലും കയറി വേറെ പരിപാടി ഒന്നും ചെയ്യത്തില്ല കേട്ടോ. എല്ലാവരുമായിട്ട് ഡീസന്റ് ആയിട്ടൊക്കെ ഇവർ ഇടപെടത്തുള്ളൂ. അല്ലാതെ മറ്റേ പരിപാടിയൊന്നും ഇല്ല. വളയ്ക്കൽ ഒടിക്കലൊന്നും ഇല്ല. ഇമാരെ കൊണ്ട് അതൊന്നും പറ്റത്തൊന്നും ഇല്ല. അതിനെ കൊള്ളൂല. പെണ്ണുങ്ങൾ അവിടെ നിർത്തും, ശരിക്കും കൂടെ അടുത്തൊക്കെ നിർത്തും. വേറെ ഒന്നും പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അങ്ങനത്തെ ഒരു മറ്റേ പുഴയുടെ സൈഡിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ മേത്തൊരു വള്ളം കെട്ടിയിടാം. ഇല്ല, ശാന്തിയോടെ കുറച്ചൊക്കെ പ്രശ്നമുള്ള ആളാ. പിന്നെ സിഗരറ്റ് ഒക്കെ ഒളിച്ചു പോയി വലിക്കും, ആരും കാണാതെ. പിന്നെ കള്ളു പിടിച്ചിട്ടൊക്കെ ഉണ്ട്, ബാറിലൊക്കെ പോയി അടിച്ചിട്ടൊക്കെ ഉണ്ട് ശാന്തിയുള്ള ദിനേശ്. വേറെ സ്ഥലത്ത് പോകും. ടൂർ പോകുന്ന ദിവസം 2 അടിക്കും. 2 കഴിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത്. ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ട്. അതാണ് ശാന്തി. അന്ന് പൊളിക്കത്തൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കത്. അങ്ങനെ ശല്യമൊന്നും ഇല്ല ഇവരെ കൊണ്ട്. പിന്നെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഈ മറ്റേ വർത്താനം പറയും. അവളുണ്ടല്ലോ, അത് കേൾക്കാൻ അന്നത്തെ ദിവസമൊക്കെ നമുക്കത് കേൾക്കാൻ രസം. ഇവൻ വന്ന് പറയുന്നതേ പിന്നെ ഇങ്ങനെ ചോദിക്കുമല്ലോ, 2 അടുപ്പിച്ച് കഴിഞ്ഞ് പറയിക്കുമല്ലോ.
ശാന്തിവിള അതാണ് ഐറ്റം. നമുക്ക് ആ കണ്ടറിയരുത്, അയാളെ വർത്താനം കേട്ടറിയരുത്, അയാൾ എവിടെ നിന്ന് വന്ന. ഈ ശാന്തിവിള ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഈ ഏരിയയിൽ ഉണ്ടല്ലോ. ഈ ശാന്തിവിളയുടെ കമ്പനിക്കാരായിരിക്കും ഇവിടെ ഇതുപോലത്തെ ഊച്ചാളികൾ കുറെ എണ്ണം. ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആരിയ്ക്കും എന്നതാണ് വിചാരിച്ചത്. വർഷത്തിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ വല്ല മോഹൻലാലിൻ്റെ അടുത്ത് വരുന്ന കാണും. അവിടെ ഇരുന്ന് ഇതുപോലത്തെ വല്ല കുരിശം പറഞ്ഞു കാണും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വർത്താനം. വേറെ മമ്മൂട്ടിയുടെ കുറ്റം പറയും, അപ്പുറത്തേന്ന് മോഹൻലാലിന്റെ കുറ്റം പറഞ്ഞു കാണുമെന്ന് അറിയത്തില്ല. അങ്ങോട്ടേക്ക് ചെന്ന് കാണും, കണ്ടു കാണും ഉറപ്പാ. ആ ഏരിയയിലല്ലേ അല്ലേ. പിന്നെ വല്ല ആരുടെ അടുത്ത് വരെ എത്താൻ പറ്റും? പുള്ളിയുടെ റേഞ്ച് വെച്ച് പുള്ളി എവിടെ വരെ എത്തും? പുള്ളി ദിലീപിനെ കണ്ടു കാണുമായിരിക്കും, അത്രയൊക്കെ ഉള്ളൂ, അതിനുള്ളതേ ഉള്ളൂ. അല്ല അതിനപ്പുറത്തോട്ടൊന്നും. പിന്നെ ഒരു ദിവസമൊക്കെ പിടിച്ച് നിർത്താം കേട്ടോ, 2 കൊടുക്കണം. പക്ഷെ അല്ലാതെ ഇരുത്തി കഴിഞ്ഞാൽ ഇരിക്കും, പൊട്ടത്തിലൊക്കെ ആയിരിക്കും. ഇത് കേൾക്കാനാണ് നമ്മൾ വിളിക്കുന്ന ഇവരെ. മനസ്സിലായി? അയാൾക്ക് അതറിയത്തൊന്നുമില്ല, ഈ വരുന്ന പൊട്ടൻ അവനത് മനസ്സിലാകത്തൊന്നുമില്ല. മനസ്സിലായി? നമ്മൾ നൈസായിട്ടാണല്ലോ ഡീൽ ചെയ്യുന്നത്. ഇയാൾക്കിപ്പോൾ ഇയാൾ പോയടത്തൊക്കെ ഉള്ള ഡീലിങ്സ് പുള്ളി തന്നെ ഒന്ന് പുറകോട്ട് ആലോചിച്ചാൽ മനസ്സിലാവും ആരൊക്കെയാ പുള്ളിക്ക് കള്ളു കൊടുത്തതെന്നും എന്തിനാ അവിടെ ഇരുത്തി കുടിപ്പിച്ചതെന്നും പറയിപ്പിച്ചതെന്നും ഒക്കെ മനസ്സിലാവും അയാൾക്ക്. പക്ഷെ ഇതുവരെ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് മനസ്സിലാവുമായിരിക്കും. കാരണം ഇതിന്റെ ഇപ്പുറത്തിരിക്കുന്ന സൈഡ് നമുക്കറിയാം എന്തുവാണ്. തമാശല്ലേ കാര്യമായിട്ട് പറയുന്നത്. എനിക്ക് ഇവന്മാരെ അറിയാം. നമ്മളിങ്ങനെ കൊണ്ടുവന്നിരുത്തിയിട്ട് അധികം അടുപ്പിക്കത്തൊന്നും ഇല്ല. കൂടുതലടിച്ചു കഴിഞ്ഞാൽ പണിയാ. മനസ്സിലായി? ഇവരെ വീട്ടിൽ പിടിക്കുകയൊക്കെ ചെയ്യും. അതെ, വീട്ടിൽ ചെന്ന് തള്ളയിടത്ത് ചെന്ന് കയറി വീണ് വല്ല പണിയാക്കി ഇവന്മാര്. അതുകൊണ്ട് കൃത്യം 2 കൊടുക്കത്തുള്ളൂ. എന്നിട്ട് പേടിപ്പിക്കുകയും ചെയ്യും. കൂടുതലടിക്കണ്ട, പ്രശ്നമാവും. ഈ 2 പരത്തി കുറെ കഥ കേൾക്കാം നമുക്ക്. ഈ പൊട്ടക്കഥ, ചേച്ചിക്കഥ ഒക്കെ പറയും. ചേച്ചിമാര് പറഞ്ഞ എല്ലാം നമുക്ക് കേൾക്കാം അന്നത്തെ ദിവസം. അതാണ് ശാന്തിവിള. അതിപ്പോ മൂത്ത് കഴിഞ്ഞപ്പോ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് വീഡിയോ ഇടുന്നു. അല്ലാതെ എന്ത് ക്വാളിറ്റി ആളുടെ പരിപാടിക്കുള്ളത്? ഇത്തിരി പരിപാടി കാണിക്കാനായിട്ട് ഇവിടെ ഏത് ചേച്ചിക്കും പറ്റും. ശാന്തി ചേച്ചി വരണമെന്ന് ഒരു നിർബന്ധമില്ല. ശാന്തി ഇച്ചയി വരേണ്ട ഒരു ആവശ്യമില്ല അതിന്. ആ ശാന്തി അവിടെ ഉണ്ടെന്ന് ഇപ്പോഴും. അതല്ലേ പ്രശ്നം. കുറച്ചുകൂടെ കഴിഞ്ഞ് പക്കാ ശാന്തിയാവും. കുറച്ചുകൂടെ പ്രായമാവട്ടെ, ജീവിച്ചിരിപ്പുണ്ടെ കാണാം. ശാന്തി ചേച്ചി വരും. വിളഞ്ഞിട്ടില്ല. ഇല്ലല്ലേ. ശാന്തി എന്തോരം വിളഞ്ഞിട്ടൊന്നും. ശാന്തി വിളഞ്ഞാലേ ഇവിടെ വരെ. ശാന്തി പറ ശാന്തി അമ്പട്ടി ശാന്തി വിളക്കാണ്. ഇവനൊക്കെ അയാളെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇയാൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കള്ളു കുടിക്കാൻ ഇരുത്തിയെന്ന് വിചാരിക്കുക, ഒരു 3 കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ചേപ്പ തുടങ്ങും. ഇത് ഞാൻ പറഞ്ഞ പ്രായം മനസ്സിലായില്ല. ആദ്യം 2 കൊടുത്തു, പിന്നെ ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞ് കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ ഇമ്മാരൊരു 4 അടിക്കാൻ വരുമോ. അപ്പോഴത്തേന് വേറെ കുറെ കൂട്ടുകാരൊക്കെ ആയി കാണും. മറ്റേ ചേച്ചിമാരുടെ ഇടയിൽ നിന്ന് ഇറങ്ങുമല്ലോ. ഇറങ്ങി കഴിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളിലായി അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും 4 അടിച്ച് കഴിയുമ്പോൾ ഒരു തരം ചേപ്പ പരിപാടിയുണ്ട്. പിന്നെ കൂതറപ്പാട്ടുകളുടെ പരിപാടികളുണ്ട്. പിന്നെ വലിയ തള്ളു വരും. ഇപ്പൊ തള്ളുന്ന കേട്ടിട്ടില്ലേ? അത് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ പുള്ളി തുടങ്ങിയേക്കുന്നത്. അതുവരെ ചേച്ചിമാരുടെ അത് അവൻ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല. എന്തിന് ചെറിയ ഇതേപോലത്തെ വീഡിയോ എല്ലാം കണ്ടിട്ട് അത് വിഷയത്തിൽ നമ്മൾ ഒരുപാട് തെന്നി മാറിയിരിക്കുന്നു. കമന്റ്സിനെ പറ്റി ഇങ്ങനെയുള്ള സമൂഹത്തിൽ ശാന്തികളെ പോലുള്ളവര്, ഇപ്പൊ കണ്ട പോലീസുകാരനെ പോലുള്ളവര്, അറബികൾ വണ്ടി ഓടിക്കുമ്പോൾ പൊടി പറക്കുന്നത്, സുരേഷ് ഗോപി, അലിൻ ജോസ് പെരേര, ആറാട്ടനെ പോലത്തെ ആൾക്കാർ, ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഇത്തിരി ആൾക്കാർ. ഇപ്പൊ ഈ പോലീസുകാരൻ കമന്റ് ഇട്ടാൽ എന്താ ഇടാൻ പോകുന്നത്? നായരാണോ ഉന്നത കൊല ആരെന്നൊക്കെ പറഞ്ഞു കളയും. ചിലപ്പോ എലിസബത്ത് നായരല്ലെങ്കിൽ പിന്നെ എന്താ കരയുന്നെന്ന് ചോദിക്കും. ബാല നായരാണോ? ബാലൻകെ നായർ വല്ലതും ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് FIR കുറിച്ച് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാ. സ്വാധീനിച്ച് അങ്ങനെയൊക്കെയുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേരിന്റെ അറ്റത്ത് വാലുണ്ടെങ്കിൽ ആ ആൾക്ക് ഒരു ചെറിയ ഇത് കിട്ടും, കണക്ഷൻ കിട്ടും ഇവർക്ക്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന പോലെ ആ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്തിരി കമന്റുകൾ കണ്ട് നമ്മളൊക്കെ വിഷമിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതാ ഞാൻ പറഞ്ഞത്. പിന്നെ ആ പുള്ളിക്കാരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇവര് സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയയിൽ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. സോഷ്യലി ഇന്ററാക്ട് ചെയ്താൽ ഈ ഫേക്ക് സാധനം കാണാൻ പറ്റത്തില്ല. നേരെ വരുന്നവർ നേരെ വരുമ്പോൾ അവർ മിണ്ടാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്, കണ്ടിട്ട് മിണ്ടാതെ പോകും. അത് ആ ഫേക്ക് ഐഡി വന്ന് നമ്മളെ ചീത്ത വിളിച്ചവരാവാം, നമ്മളെ അറിയാത്തവരാവാം, നമ്മളോട് താല്പര്യമില്ലാത്തവർ, അങ്ങനെയൊക്കെ ആവാം. പക്ഷെ നമ്മൾ നേരെ വന്ന് ആൾക്കാർ സംസാരിക്കും. അപ്പൊ നമുക്ക് നമ്മളെപ്പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായവരെയും ഒരു 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 ഇച്ചിരി ആ ഒരു വൈബുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് പരിചയപ്പെടാനും
നമുക്ക് അവരുമായിട്ട് പിന്നീടാണെങ്കിലും സൗഹൃദവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാനും എന്തെങ്കിലും ആവശ്യം വന്നാൽ പറയാനും അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇങ്ങോട്ടും പറയുന്നുണ്ട്, അങ്ങോട്ടും ഞാൻ വിളിച്ച് പറയാറുണ്ട്. അതൊക്കെ നടക്കുമ്പോഴാണ് ഇതേപോലെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് മൈരം എന്നാലും നമുക്കറിയാമല്ലോ നമ്മൾ എന്താ പറഞ്ഞതെന്നും നമ്മളെ ആർക്കൊക്കെ അറിയാമെന്നും അല്ലേ. പക്ഷേ എൽസോത്തിനെ പോലുള്ള ആളുകൾക്ക് അതറിയത്തില്ല. ഇവിടെയുള്ള പല യൂട്യൂബർമാർക്കും അറിയത്തില്ല. ഈ യൂട്യൂബിൽ നിന്ന് കൊണോൺ അടിക്കുക അല്ലാതെ പുറത്തിറങ്ങി ഒന്നും ഇമാജ് ചെയ്യാറില്ല. ഓരോരുത്തർ ഞാൻ ഇമാരെ കണ്ടിട്ടില്ല, ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഇമാര് പാത്തും പതുങ്ങി നടക്കുന്നവന്മാരാ കൂടുതലും. അവന്മാർ വലിയ ആൾക്കാരാന്നുള്ളൊരു ധാരണ ഒന്നാ തോന്നുന്നു. സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ വേണം, അതില്ല ഇവർക്ക്. അത് ഇപ്പൊ എൽസോത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും ബുദ്ധിമുട്ടിലായി നമ്മൾ സ്വയം അത് നേരിട്ട് പറഞ്ഞാൽ ഓക്കെ ബുദ്ധിമുട്ടിലാവാം, പക്ഷെ ഒരിക്കലും കമന്റ്സ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നേരിട്ട് പറഞ്ഞാൽ പോലും അതിനൊക്കെ നേരിട്ട് വന്ന് പറഞ്ഞു നോക്ക്, നമുക്കറിയാമല്ലോ പറയാൻ, നമുക്ക് സംസാരിക്കാം. മറുപടി പറയും. എന്നെ നേരിട്ട് വന്ന് ഇതുപോലൊക്കെ ചോദിക്കാറുണ്ട് മോഹൻലാലിന്റെ കാര്യം. നമ്മൾ ഓർക്കുന്നുണ്ട് അയ്യോ എന്തൊരു പൊട്ടനവനൊക്കെ എന്നിട്ട് പറയാം മോഹൻലാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഭയങ്കര സൂപ്പർ നടനാന്നൊക്കെ നമ്മളോട് പറയുന്നു. കഷ്ടമുണ്ടാ ഞങ്ങൾ പറഞ്ഞേ ഞങ്ങൾ അതെ ഓക്കെ ശരി ആയിരിക്കും. ഞങ്ങൾ ചുമ്മാ കണ്ടന്റിനൊക്കെ വേണ്ടി പറയുന്നത് ഒഴിവാക്കി. ഒന്ന് ആലോചിക്കട്ടെ, നമ്മളിത് വീഡിയോക്കകത്തല്ല അത് വേറെ എവിടെയും ഇത് പറയാറുണ്ട് ഇങ്ങനെ. മോഹൻലാൽ ഒരു വിഷയം പോലും അല്ല. ഇനി ആണെങ്കിൽ തന്നെ അത് കണ്ടന്റ് നമ്മൾ സംസാരിക്കും. ഇതുപോലെ കോമഡികൾ നമ്മൾ പറയാറുണ്ട്, അത്രേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ. അല്ലാതെ അപ്പുറത്തോട്ടൊരു മൈലുമല്ല, ഒന്നിനും കൊള്ളത്തുമില്ല. ഇവിടെ ഉള്ള ഈ സിനിമക്കാരെന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര 1-ാം നമ്പർ 7-ാം എല്ലാവരും കണ്ടന്റാ. വെറും പാഴ് സാധനങ്ങൾ. എന്നെ സംബന്ധിച്ച് പാഴുകളാണ്. ഇന്റലക്ച്വൽ ഡയറക്ടർ അതിലും വലിയൊരു സാധനം. എടോ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇമാര് ഈ ചെയ്യുന്നതല്ലേ ഈ മലയാള സിനിമയാണ്. ഈ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു പട്ടിക്കും വേണ്ടാത്ത സിനിമ, അങ്ങനെ വേണം പറയാൻ. ഒരു 5 പടമോ 10 പടമോ എങ്ങാണ്ട് ആരാണ്ട് കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള 10 ലക്ഷം പടവും വേസ്റ്റ് ഇവിടുത്തെ. ഇവിടുന്ന് ഏതാ ഇന്ത്യ ഇതിലും കൂടുതൽ വിവരമില്ലാത്തവന്മാരുടെ കൊണ്ട് ഇവിടുന്ന് പണം മുടയണോ പറയാം. ഇവിടുന്ന് പണം മുട നോർത്ത് ഇന്ത്യയിലോട്ടാ. ഇവിടെ ഉള്ളവരത്രയും സ്കൂള് കത്തിച്ച് ചാണകം മരുത്തത് ഗോമൂത്രം കുടിച്ച് നാളെക്കേടാ പുറത്തോട്ട് പോട്ടെ. തീട്ട വെള്ളത്തിൽ പോയി കുളിച്ചും നടക്കുന്ന പൊട്ടന്മാരൊക്കെ കുംഭമേളയാണ് തീട്ട വെള്ളത്തിൽ ചാടിയ പാണ്ഡവന്മാർ കുപ്പിക്കകത്ത് വെള്ളം എടുത്തോണ്ട് വരും. മണിയടിക്കുക, മറ്റേ സ്വാമിയുടെ മണിയടിക്കാൻ അവന്മാരൊക്കെ സൂപ്പറാന്ന് പറഞ്ഞത് പോടാവേ. പിന്നെ ഈ ഇംഗ്ലീഷുകാർ ചിലർ റിയാക്ട് ചെയ്യും. അത് ഇമ്മാരെ ശരിക്കും പറഞ്ഞാൽ അവന്മാർ ഊക്കുന്ന ഉറപ്പാ. ഈ പാനിന്റെ ഹിറ്റ് എന്നൊക്കെ പറയുമ്പോ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഒരു കാരണവശാലും സിനിമ സത്യം പൊട്ട പടങ്ങളായിരിക്കും. എന്തൊക്കെ നിങ്ങൾ കാണുന്ന ഇതൊക്കെ എന്തിന് എന്തോരം നല്ല പടങ്ങളുണ്ട്. പുഷ്പ 2 ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തും ഹിറ്റാ. കേരളത്തിൽ അത് ഓടിയില്ല. കേരളത്തിൽ മോശം അഭിപ്രായമായിരുന്നു പടത്തിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ കേരളത്തില് മോശം അഭിപ്രായം പറഞ്ഞൊരു സിനിമ എന്ന് പറഞ്ഞാൽ അത് അത്രയും മോശമായിരിക്കും. കാരണം ഇവിടെ എന്ത് വന്നാലും ഒരു എടുക്കും സൂപ്പറാന്ന് പറയും. ശരിയാ, ബില്ല് ആവറേജ് ആണെങ്കിൽ പോലും അത്രയും പന്നപ്പടം ഹിറ്റ് ആയേക്കുന്നതാണ്. ശരിക്കും അത് ഹിറ്റ് ആണോ അമ്മ തള്ളുന്ന പടം? അതൊക്കെ ചുമ്മാ അറിയുന്നതാണ്, ആരും കാണത്തൊന്നും ഇല്ലെന്ന്. പിന്നെ ഈ വന്ന കാലത്ത് നോർത്ത് ഇന്ത്യയിൽ എന്തൊക്കെ പറയാൻ വേറെ കാര്യമുണ്ട്. ഇപ്പൊ സിനിമയൊക്കെ കാണുന്ന ആൾക്കാർ നെറ്റ്ഫ്ലിക്സിലൊക്കെ നല്ല സിനിമകൾ കാണുന്നുണ്ടാവും. അവിടുത്തെ ചെറുപ്പക്കാരൊന്നും അത്ര മോശക്കാരൊന്നും അല്ല. നമ്മൾ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവരെ. ഈ സിനിമ കാണുന്ന ആൾക്കാരില്ലേ, ബീഹാർ വിട്ടേക്ക്, ഞാൻ പറഞ്ഞ സിനിമകളൊക്കെ നല്ല സിനിമകൾ കാണുന്ന ആൾക്കാരില്ലേ, ബീഹാറിൽ ഇതിലും മോശം പടമായിരിക്കും. പക്ഷേ ഉണ്ടല്ലേ. ഹലോ, അയ്യോ അതിനെത്ര 2000 രൂപയോ? ഓക്കെ ഞാൻ നോക്കട്ടെ. ഓക്കെ 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 അവൻ്റെ അക്കൗണ്ടിൽ ഇട്ടാൽ എടുക്കാൻ പറ്റുമോ? അതല്ല അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടാൽ എടുക്കാൻ പറ്റുമോ? നമ്പറിൽ ഇടാൻ പറ്റത്തില്ല. ബാങ്ക് അക്കൗണ്ട് ഞങ്ങൾ ഇടത്തില്ല എന്ന പൈസ ട്രസ്റ്റിൽ നിന്ന്. കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫർ ചെയ്ത് ആർക്ക് ഇവർക്ക് ചെയ്തിട്ടില്ലേ? ആൽബിന്
ആ അക്കൗണ്ട് വഴി അതിടാം. ആ ATM എടുത്ത് ഏത് അക്കൗണ്ട് നമ്പർ, ഏത് ബാങ്ക്? കോട്ടക്കോ? കോട്ടയ്ക്ക്. ആ ഓക്കെ ഓക്കെ ശരിയാണ്. അവിടെ 2000 രൂപ ട്രാൻസ്ഫർ അടിക്കാൻ നോക്കും. ഞാൻ പോട്ടെ, ഞാൻ അതങ്ങ് ഇട്ടേക്കല്ലേ. പിന്നെ ഉണ്ടല്ലോ അവർക്ക് ഒരു മാസ്ക് മേടിക്കണം ഇപ്പോൾ. അതിന് ഭയങ്കര മോശം അവസ്ഥയിലാണ് ആള്. തട്ടിപ്പോവോ? എന്തൊരവസ്ഥ ഇത്. ആ പോട്ടെ, നമുക്ക് നോക്കാം. ശരി എന്നാ. അപ്പോൾ ബൈ ബൈ.